ഹരി ഹരി യം ശൈവാസമുപാസത്തെ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ ഹരിഃ ഹരിഃ ഓം തത്സത്. ജയ ഗുരു ജയ ഗുരു. നമുക്കൊരു 3 തവണ പതിവ് പോലെ ഓംകാരം ജപിക്കുക. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകമായ ഒരു ആസനം തന്നെ കൈക്കൊള്ളണം. എന്താ അത്? കൈ കോർത്ത് മടിയിൽ വയ്ക്കുക. വളരെയധികം ക്ലേശിക്കാത്ത തരത്തിൽ നിവർന്നിരിക്കുക. കണ്ണടയ്ക്കൂ. മനസ്സും വായും ഒരുപോലെ തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഹരിഃ ഹരിഃ. ദാ ഓ എന്താ നമ്മുടെ സഭാനികേതൻ അങ്ങോട്ട് നിറഞ്ഞു മുഴങ്ങാത്തത്? എല്ലാവരും നല്ലോണം ജപിക്കൂ. ഓ ഹരിഃ ഹരിഃ ഓം തത്സത്. ജയ ഗുരു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സദസ്സ് ഭഗവത്ഗീത എന്ന് പറയുന്ന വിശേഷപ്പെട്ട തത്വവിചാര പദ്ധതി നിങ്ങളാരും പെട്ടെന്ന് തീരുമാനിച്ചു പോകരുത് അത് ശ്രീകൃഷ്ണൻ അർജുനനോട് കുരുക്ഷേത്രത്തിൽ പൊടുന്നനെ പറഞ്ഞത് മാത്രമാണെന്ന്. ഭഗവത്ഗീത എന്ന് പറയുന്ന ആ തത്വവിചാര പദ്ധതി കൃഷ്ണന് എത്രയോ മുൻപിൽ ഇവിടെ രൂപപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും തത്വവിചാരത്തിൻ്റെയും ഒരു മൂലാധാരമാണ് ഈ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. ഗീതയിലെ ശ്ലോകങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം. ആദ്യമേ തന്നെ കൃഷ്ണൻ ഉപനിഷത്ത് വിഭാഗത്തിൽപ്പെട്ട കഠോപനിഷത്ത് യമധർമ്മരാജാവ് ഭൂമിയിൽ നിന്ന് വന്ന നചികേതസ് കൊച്ചു ബ്രഹ്മചാരിയെ നോക്കി പറഞ്ഞ ആ മൊഴികളാണ് കൃഷ്ണൻ ആദ്യമായി ഉദ്ധരിച്ചിട്ടുള്ളത്. അതുപോലെ പലയിടത്തും കൃഷ്ണൻ തത്വദർശികളെക്കുറിച്ച് പറഞ്ഞ് അവരുടെ പ്രസ്താവനകൾ ഉദ്ധരിക്കുന്നു. ബ്രഹ്മസൂത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ ഈ വക കാര്യങ്ങളൊക്കെ സാന്ദീപനി ഗൃഹത്തിൽ ചെന്നോ മറ്റു പ്രകാരത്തിലോ അറിഞ്ഞ് പഠിച്ച് തത്വവിചാരം ചെയ്ത് ഉറപ്പിച്ചിട്ടുള്ളതാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ചിന്താഗതിയാണത്. അതിൻ്റെ ബീജങ്ങൾ നമുക്ക് ഉപനിഷത്തുകളിൽ കാണാം. ഉപനിഷത്താണല്ലോ അങ്ങേ അറ്റത്തെ പഴക്കം ചെന്ന സാഹിത്യം. അനാദി എന്ന് പറയാമെങ്കിൽ അനാദി തന്നെ. ഇവിടെ വേദങ്ങൾ എഴുതി വെച്ച് പഠിപ്പിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. എഴുതാതെ വായ് മൊഴിയായി കർണപുടങ്ങളിലൂടെ കേട്ട് ഗ്രഹിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയോട് നിങ്ങൾ ചെന്ന് ചോദിച്ചാൽ പറയും
ഞാൻ എൻ്റെ ഗുരുവിൽ നിന്ന് പഠിച്ചു എന്ന്. പഠിപ്പിച്ച ആളോട് ചോദിച്ചാൽ പറയും ഞാനും എൻ്റെ അധ്യേതാവിൽ നിന്ന് പഠിച്ചതാണെന്ന്. അങ്ങനെ ഒരിക്കലും പറയില്ല ഇത് എനിക്ക് ഇന്ന സ്ഥലത്തിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയെന്ന് പറയാൻ ആരുമില്ല. അപ്പം അത്രത്തോളം പഴക്കമുള്ളതാണ്. അതുകൊണ്ട് അതിന് അനാദി എന്ന് പറയും. സാധാരണ ചരിത്രകാരന്മാർ മുഴുവനും പുരാവസ്തു ഗവേഷണമാണ് അവർക്ക് ചരിത്രം എഴുതാൻ അടിസ്ഥാനം. അതേപോലെ പഴയ കാലത്ത് എഴുതി വച്ച വല്ല കുറിപ്പുകളോ ഗ്രന്ഥങ്ങളോ ഉണ്ടെങ്കിൽ അതും രണ്ടും ദൃശ്യമാണ്. എൻ്റെ പൊന്നു ശ്രോതാക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ചരിത്രം തുടങ്ങുന്നത് ദൃശ്യവസ്തുക്കളെ ആധാരമാക്കിയിട്ടല്ല. നമുക്ക് ശ്രവ്യമായിരുന്നു പ്രമാണം, ശ്രവണമായിരുന്നു പ്രമാണം. ആ ശ്രവണത്തിന് ചരിത്രത്തിന് അതിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റില്ല. ദൃശ്യം പോലെ ദൃശ്യം ലഭ്യമല്ലാത്ത വിഷയങ്ങളിൽ ശ്രവ്യം ഇവിടെ പ്രമാണമാണ്. അങ്ങനെ ശ്രവ്യരൂപത്തിൽ ശ്രവണരൂപത്തിൽ നാം സമ്പാദിച്ചും നിർമ്മിച്ചും പരിപാലിച്ചും പോകുന്ന സ്വത്താണ് നമ്മുടെ വേദം എന്ന് പറയുന്ന ജ്ഞാനഭണ്ഡാകാരം. അതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ പരാമർശിക്കുന്നേയില്ല. എനിക്ക് അവരോട് കാര്യമായൊരു ചോദ്യമുണ്ട്. ദൃശ്യമായ തെളിവുകൾ ലഭ്യമല്ലാതെ അവയ്ക്കെല്ലാം എത്രയോ അതീതമായി അനാദിയായി നിന്ന് പോന്നിട്ടുള്ള തെളിവാണ് നമുക്ക് ഈ ശ്രവ്യം, ശ്രവണം, വേദം എന്ന് പറയുന്ന സ്വത്ത്. അതിന് നിങ്ങൾ എന്തുകൊണ്ട് ചരിത്രത്തിന് അടിസ്ഥാനമായി എടുക്കുന്നില്ല എന്നൊരു ചോദ്യം ഞാൻ വളരെ ശക്തമായി എല്ലാവരുടെ മുൻപിലും എടുത്തിടുന്നു. ആ ശ്രവ്യം കണക്കിലെടുക്കുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ പഴക്കം നിശ്ചയിക്കാൻ ലോകത്തിലൊരാളില്ല. കാർബൺ ഡേറ്റിങ്ങിനൊന്നും അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല. അത് വിട്ട് ഒരു കാലത്ത് വേദങ്ങൾ എഴുതി രേഖപ്പെടുത്താൻ തുടങ്ങി. പക്ഷെ ആദ്യമായി വളരെ കാലം പഠിപ്പിച്ചു പോന്നത് ശ്രവ്യരൂപത്തിലാണ്. ദൃശ്യം ശ്രവ്യം രണ്ടാണല്ലോ മനുഷ്യജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ജ്ഞാന കവാടങ്ങൾ. അപ്പോൾ ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പവിത്രമായ ശ്രേഷ്ഠമായ ഭാരതത്തിൻ്റെ തത്വവിചാര പദ്ധതിയാണപ്പോൾ. അത് വളരെ കാലമായി നാം രൂപപ്പെടുത്തി കൊണ്ടുവന്നതാണ്. കൃഷ്ണൻ അത് സമയോചിതം അർജുനൻ്റെ മുൻപിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വിശേഷത. സാധാരണ നമ്മുടെ അധ്യാത്മ പദ്ധതികളെല്ലാം തന്നെ ആരെങ്കിലും ഒരാൾ ഗൃഹജീവിതത്തോടും ലോകത്തോടും യാത്ര പറഞ്ഞ് വനത്തിൽ താമസിക്കുന്ന തപോവര്യന്മാരുടെ മുൻപിൽ ചെല്ലും. ഒരു നിലയ്ക്ക് ലോകജീവിതത്തോട് യാത്ര പറഞ്ഞാണ് അവർ പോയത്. ശേഷം കാലം അവർ ജീവിച്ചത് ഒരു ഗുരുവിനെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കുടീരത്തിൽ ഗുരുശുശ്രൂഷ ചെയ്താണ് അവർ കഴിഞ്ഞുകൂടിയത്. അപ്പം അവർക്ക് തിരക്കില്ല, ധൃതിയില്ല, വെപ്രാളമില്ല. ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ എടുത്ത് അധ്യാത്മവിദ്യ പഠിക്കാമായിരുന്നു. അങ്ങനെ വളരെ ക്ഷമയോടും കൂടി ധാരാളം സമയത്തോടുകൂടി വ്രതബദ്ധതയോടുകൂടി മറ്റൊരു തരത്തിലുള്ള ശ്രദ്ധയോ ശിഥിലതയോ ഇല്ലാതെ പഠിച്ചു പോന്നതാണ് ഈ വേദസാഹിത്യം, ഉപനിഷത്ത് സാഹിത്യം. എന്നാൽ അതേ വിദ്യയെ കൃഷ്ണൻ അവതരിപ്പിക്കുന്നത് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലല്ല. ആ പശ്ചാത്തലത്തിന് അനുസരിച്ച തരത്തിൽ ഉപനിഷത്തിലുള്ള ബ്രഹ്മവിദ്യയെയും ആത്മവിദ്യയെയും കൃഷ്ണൻ യുദ്ധം ചെയ്യുന്നതിന് ശക്തി നൽകാൻ, ആശയത്തെളിച്ചം രചിക്കാൻ, ബുദ്ധിക്ക് സ്ഥൈര്യവും മനസ്സിന് അചാഞ്ചല്യവും നൽകാൻ വേണ്ടി അവതരിപ്പിച്ച ഒരു വിശേഷതയാണ് ഭഗവത്ഗീതയ്ക്ക്. അതുകൊണ്ടാണ് കൃഷ്ണൻ നൽകിയിട്ടുള്ള ഒരു ഉപനിഷത്ത് വ്യാഖ്യാനമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഭാരതീയരായ നിങ്ങളെല്ലാവരും ഒന്നുമില്ലെങ്കിൽ ഭഗവത്ഗീത വായിക്കാതെ പറ്റില്ല. നിങ്ങൾ ഭാഗവതം വായിച്ചോ വായിച്ചില്ലേ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഊടും പാവുമായി തീരാനുള്ള ശക്തിയും അതിനുള്ള പ്രായോഗിക ബന്ധവും ഭഗവത്ഗീതയ്ക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് 3 തരത്തിലുള്ള സംവാദമാണ് ചരിത്രപ്രധാനമായി ഇന്ത്യയിൽ നിലനിൽക്കുന്നത്.
ഒന്ന്, 16 വയസ്സുള്ള ശ്രീരാമനോട് 18 ദിവസം ഉദയം മുതൽ അസ്തമനം വരെ അയോധ്യ രാജധാനിയിലിരുന്ന് വസിഷ്ഠ മഹർഷി സംസാരിച്ച് കേൾപ്പിച്ചതാണ്. അന്ന് രാമന് 16 വയസ്സ് പ്രായമേ ഉള്ളൂ. സിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല, ഇരിക്കാൻ പോകുകയാണ്. അത്രയും ചെറുപ്പത്തിൽ അധ്യാത്മവിദ്യയിൽ പാരംഗതത്വം നേടാൻ സാധിച്ചു ശ്രീ രാമചന്ദ്ര മഹാപ്രഭുവിന് വസിഷ്ഠരുടെ ഉപദേശം കൊണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, 18 ദിവസം ഉദയം മുതൽ അസ്തമനം വരെ ഒരു തിരക്കും ധൃതിയും ഒന്നുമില്ലാതെ ഉപദേശിച്ചതാണ്. 18 ദിവസം നീണ്ടു നിൽക്കുന്ന ഉപദേശത്തിന് എത്ര ദൈർഘ്യം, വിസ്താരം, ഗാഠത ഉണ്ടാകണം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് ചെറുപ്പം, പ്രായപൂർത്തിയായിട്ടില്ലാത്ത രാമൻ. അർജുനൻ മധ്യവയസ്കനാണ്. യുവത്വം തുളുമ്പി നിൽക്കുന്ന ശരീരമാണ്. തൻ്റെ എല്ലാവിധത്തിലുള്ള യോഗ്യതയും 13 കൊല്ലക്കാലത്തെ തപസ് പ്രമാണമായി കൂടുതൽ അസ്ത്രശസ്ത്ര വിദ്യകൾ സമ്പാദിച്ച് തൻ്റെ എല്ലാവിധത്തിലുള്ള സാമർഥ്യവും കൗശലവും പ്രദർശിപ്പിക്കാൻ തയ്യാറായിട്ടാണ് അർജുനൻ കുരുക്ഷേത്രത്തിൽ വന്ന് നിന്നത്. അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. മൂന്നാമതൊരു ഉപദേശം നാം കാണുന്നത്, പരീക്ഷിത്ത് എന്ന് പറഞ്ഞ മഹാരാജാവ്, ധാരാളം പ്രായമായിട്ടുള്ള മഹാരാജാവ് വലിയ ഒരു തെറ്റ് ചെയ്തു പോയി. ശമീക മഹർഷിയുടെ കഴുത്തിൽ ഒരു ചെത്ത പാമ്പിനെ കോരിയെടുത്തിട്ടു. തനിക്ക് വെള്ളം കിട്ടിയില്ല ദാഹം തീർക്കാൻ എന്നുള്ള പേരിൽ. ദേഹത്തിൻ്റെ വിശപ്പ് മനസ്സിൻ്റെ ധർമ്മങ്ങളെയും നിർബന്ധങ്ങളെയും കവച്ചു വച്ചു, ചാടിക്കഴിച്ചു. അതാണ് പരീക്ഷത്തിന് പറ്റിയ തെറ്റ്. അതിൻ്റെ ഫലമായി മുനികുമാരൻ ശപിച്ചു. ആ ശാപത്തെ നേരിടാൻ വേണ്ടി ശുകമഹർഷി 6.5 ദിവസം ഉപദേശിച്ചതാണ് ശ്രീമദ് ഭാഗവതം. ഈ 3 സംവാദമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ മുൻപിൽ, ഭാരതീയരുടെ മുൻപിലുള്ളത്. അതിൽ ആദ്യത്തത് ചെറുപ്പം ശ്രീരാമൻ, അവസാനത്തത് പ്രായമായിട്ടുള്ള പരീക്ഷിത്ത്. ഇത് രണ്ടും നിങ്ങൾ നീക്കിയിട്ടു. മധ്യവയസ്കരായിരിക്കുന്ന യുവാക്കൾക്കും യുവതികൾക്കും അവരുടെ ജീവിത സരണിയിൽ അവർ നേരിടാൻ പോകുന്ന വെല്ലുവിളികളോ പ്രതിസന്ധികളോ സംഘർഷങ്ങളോ വല്ലായ്മകളോ പൊല്ലായ്മകളോ എല്ലാം നേരിട്ട് അവയെല്ലാം അടിച്ചു മാറ്റി ആശയത്തെളിച്ചം കൈവരിച്ച് മനസ്സിനും ബുദ്ധിക്കും സ്ഥൈര്യം നൽകി ആത്മവീര്യത്തോടുകൂടി എന്തും നേരിട്ട് മുന്നേറാൻ സാധിപ്പിക്കണമെങ്കിൽ അതിന് ഭഗവത്ഗീതയാണ് നമ്മുടെ സന്തത സഹചാരി. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഭഗവത്ഗീതയുടെ പ്രായോഗികത ശ്രീരാമന് കൊടുത്ത ഉപദേശത്തിനും കിട്ടില്ല, പരീക്ഷത്തിന് നൽകിയതിലും കിട്ടില്ല. അത് ഭഗവത്ഗീതയിൽ മാത്രമേ ഉള്ളൂ. 700 ശ്ലോകങ്ങളാണതിൽ. ശ്രീമദ് ഭാഗവതത്തിൽ 18,000. ശ്രീരാമന് കൊടുത്ത ഉപദേശത്തിൽ 32,000. ഈ 2 സംഖ്യകളും നിങ്ങൾ മറക്കരുത്. വസിഷ്ഠൻ്റെ ഉപദേശം 32,000 ശ്ലോകങ്ങൾ, ശുകമഹർഷി പറഞ്ഞു കൊടുത്തത് 18,000. ഇവിടെ വെറും 700 ശ്ലോകങ്ങളാണ്. ഈ 700 ശ്ലോകങ്ങളെ തലങ്ങും വിലങ്ങുമായി പഠിപ്പിച്ചും ഗ്രഹിപ്പിച്ചും നമുക്ക് നമ്മുടെ സമ്പത്തായി നിലനിർത്താൻ സാധിക്കണം. ഇതാണ് നമുക്ക് ആവശ്യം. ഇവിടെ സാധാരണ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2 കാര്യമാണ്. ശ്രീമദ് ഭാഗവതമാണ് നമ്മുടെ പ്രധാന ചർച്ചാ വിഷയം. ആദ്യമേ മുതൽ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഭഗവത്ഗീത മാത്രമാകണം എന്നൊരു നിർബന്ധം നമുക്കുണ്ടായിരുന്നു. അങ്ങനെയില്ല. ഉപനിഷത്തെ പോലെയുള്ളതായ പ്രകരണ ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ നമുക്കിവിടെ ചർച്ചാ വിഷയമാകാം. അതാണല്ലോ മൂലമായിരിക്കുന്ന സ്രോതസ്സ്. അതിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇവിടെയുള്ള ഇതിഹാസങ്ങളും പുരാണങ്ങളും മഹാപുരാണങ്ങളും പ്രകരണ ഗ്രന്ഥങ്ങളും എല്ലാം തന്നെ. 18ാമത്തെ കൊല്ലത്തിൽ 18 പർവ്വങ്ങളുള്ള മഹാഭാരതം, 18 അധ്യായങ്ങളുള്ള ഭഗവത്ഗീത, ജയശബ്ദം സൂചിപ്പിക്കുന്ന 18, ഇത് നമ്മളൊന്ന് തുടങ്ങി വയ്ക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഭാഗവതം കേൾക്കാൻ വരുന്ന ശ്രോതാക്കൾ അവരെ വിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഈ ഭഗവത്ഗീത കേൾക്കാൻ വരാനുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്.
കുട്ടികളെ പോലും നിങ്ങൾക്ക് പിടിച്ചിവിടെ കൊണ്ടുവരാം. എന്താണ് ഈ ഭഗവത്ഗീത എന്ന് മനസ്സിലാക്കാൻ. പലരും സ്വദേശം വിട്ട് വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നുണ്ട്. ആ പോകുന്നവർ ചിലർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്. എന്താണ് ചോദ്യം? സ്വാമിജി, ഞങ്ങൾ നാട് വിട്ടു പോണു. ആരെങ്കിലും നിങ്ങളുടെ മതത്തിൻ്റെയോ ധർമാനുഷ്ഠാനത്തിൻ്റെയോ അടിസ്ഥാനം എന്താ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാനറിയില്ല, അതുകൊണ്ടൊന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കാറുണ്ട്. നമുക്കിവിടെ വലിയ വിലപിടിച്ച ഒരു സാഹിത്യമുണ്ട് കൂട്ടരെ. അതിനാണ് പ്രസ്ഥാനത്രയം എന്ന് പറയുക. ത്രയം എന്ന് പറഞ്ഞാൽ 3, പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനയാത്ര. ഈ ജ്ഞാനയാത്ര എവിടെയാണ് നടക്കുക? അവനവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ. ജ്ഞാനലബ്ധിക്ക് വേണ്ടിയുള്ള ഒരു യാത്രയാണത്. അതാരാ ഏറ്റെടുക്കുക? മനുഷ്യനിലുള്ള ബുദ്ധി. ബുദ്ധിയാണ് ആ യാത്ര നടത്തുന്നത്. ശരീരത്തിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ സരണി. അതിൻ്റെ ലക്ഷ്യവും ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. തക്കതായ ചോദ്യങ്ങളും അന്വേഷണങ്ങളും മുൻപിൽ വച്ച് ആ അന്വേഷണങ്ങളെയും ചോദ്യങ്ങളെയും പിന്തുടർന്ന് ബുദ്ധി അങ്ങനെ മുന്നേറുമ്പോൾ തന്നെത്താൻ്റെ ജ്ഞാന കവാടങ്ങൾ, ജ്ഞാനത്തിൻ്റെ തലങ്ങളിങ്ങനെ തുറന്നു വരും. അവസാനം ഒരു ചുരുളഴിച്ചാൽ എന്നതുപോലെ ആ ജ്ഞാനത്തിൻ്റെ ലക്ഷ്യം നമുക്ക് കൈവരും. എന്താണ് ലക്ഷ്യം? ഞാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് ആത്മാ. അതിനെ മനസ്സിലാക്കുകയാണ് നമുക്ക് ആവശ്യം. ആ ആത്മാവുണ്ടെന്നൊരു തോന്നൽ എല്ലാവർക്കുമുണ്ട്. മാത്രമല്ല, ആ ആത്മാവിനെ പരാമർശിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും നടക്കില്ല. അതാണ് എല്ലാവരും ഞാൻ 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 എന്നിങ്ങനെ പറയുന്നത്. ചെറിയ കുട്ടികൾ, പുരുഷന്മാർ, സ്ത്രീകൾ, പടുവൃദ്ധന്മാർ, മരിക്കാറായവർ, എല്ലാവരും തന്നെ ഞാൻ എന്ന പരാമർശത്തിലാണ് ജീവിതം നയിക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടോ എന്നുള്ള സംശയം നമുക്കില്ല. നാം പറയുന്നുണ്ട്. അത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളൊരു ഗ്രഹപ്പഴയെ നമ്മുടെ കയ്യിലുള്ളൂ. അതാണ് നമുക്ക് പ്രധാനം. ഈ ഞാനെ തൊലിയുരിച്ച് കാട്ടിത്തരുന്നതാണ് ഈ ജ്ഞാനയാത്രയുടെ ലക്ഷ്യം. അത് തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിൽ, വളരുന്നതും പുരോഗമിക്കുന്നതും നമ്മുടെ ഉള്ളിൽ, മനസ്തലത്തിലും ബുദ്ധിതലത്തിലും. അത് പര്യവസാനിക്കുന്നതും മനസ്സിനെയും ബുദ്ധിയെയും തരണം ചെയ്ത് അപ്പുറത്ത് ചെന്ന് അതീതമായിരിക്കുന്ന ഒരു തലത്തിലാണ്. അതിനെയാണ് ശ്രീകൃഷ്ണൻ അർജുനന് വിടർത്തി കൊടുത്തത്. അതല്ലാതെ ഒന്നും അർജുനൻ്റെ മനസ്സിന് സമാധാനം നൽകാനോ ആശയത്തെളിച്ചം നൽകാനോ കഴിയില്ല എന്ന് കണ്ടാണ് ഈ ഭഗവത്ഗീത അവതരിപ്പിച്ചത്. അതിനെ പരാമർശിക്കുന്ന വിശേഷപ്പെട്ട ഒരു ശ്ലോകമുണ്ട്. അസ്ഥാന സ്നേഹകാരുണ്യ ധർമാധർമ്മധിയാകുലം പ്രപന്നം പാർത്ഥമുദ്ദിശ്യ ശാസ്ത്രാവതരണം കൃതം. അസ്ഥാനത്തിലുള്ള സ്നേഹവും കാരുണ്യവും കൊണ്ട് വലഞ്ഞ് തകർന്നു കുഴഞ്ഞ അർജുനനെ ശരിയായി പിടിച്ചിരുത്താൻ വേണ്ടി, സ്ഥൈര്യം പകർന്നു കൊടുക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ ശാസ്ത്രം അവതരിപ്പിച്ചു. അന്തിമശാസ്ത്രം, അവസാനത്തെ ശാസ്ത്രം, ആത്മശാസ്ത്രം, ബ്രഹ്മശാസ്ത്രം, മുക്തിശാസ്ത്രം അവതരിപ്പിച്ചു. മുക്തി എന്നുള്ള വാക്കിനർത്ഥം രണ്ടാമത് മനുഷ്യഗർഭത്തിൽ നൂലാതെ കഴിഞ്ഞുകൂടണം എന്നല്ല. നമ്മുടെ മനസ്സും ബുദ്ധിയും നമുക്ക് രചിക്കുന്നതായ വിപരീത ചെടുക്കുകളുണ്ടല്ലോ, അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് സ്വതന്ത്രമായി കർമ്മബന്ധം എന്നെ ബാധിക്കില്ല, ലോകത്തിലുള്ള ഒന്നും എന്നെ സ്പർശിക്കില്ല, എനിക്ക് ആശയില്ല, അമിതമായ ആവശ്യങ്ങളുമില്ല, പ്രകൃതി രചിച്ച ദേഹം അത് തന്നെത്താനെ വിഴുന്നത് വരെ ഞാൻ അനായാസേന ജീവിക്കും, ഞാൻ തൃപ്തനാണ്, ഞാൻ തുഷ്ടനാണ്, ഞാൻ സ്വച്ഛനാണ്, ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ പരിപൂർണനാണ്. എന്നിൽ അപരിപൂർണത അടിച്ചേൽപ്പിക്കാൻ ലോകത്തിലോ ലോകത്തിനപ്പുറത്തോ ഉള്ള ഒരു ഘടകത്തിനും സാധിക്കില്ല എന്ന് പറഞ്ഞ് സ്വതന്ത്രതയിൽ ആണ്ടിരിക്കുന്ന, ഇളകാതെ കുലുങ്ങാതെ പതറാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ്, ഉൾസ്ഥിതിയാണ് ഈ ജ്ഞാനം, ഇതിൻ്റെ ലക്ഷ്യം. അതാണ് ഭഗവത്ഗീതയിലെ ചർച്ച എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം.
ഭഗവത്ഗീത ഒരു ചരിത്ര ഗ്രന്ഥമാണ്. അതിനെ മതഗ്രന്ഥം എന്നൊരിക്കലും പറഞ്ഞുകൂടാ. നമ്മുടെ ഭാഷയിൽ മതം എന്ന വാക്കിനർത്ഥം അഭിപ്രായം, എൻ്റെ അഭിപ്രായം, എൻ്റെ സിദ്ധാന്തം, എൻ്റെ വിചാര പദ്ധതി, എൻ്റെ തീരുമാനം എന്നൊക്കെയാണ്. നമ്മൾ സാധാരണ ഇംഗ്ലീഷിലുള്ള റിലിജൻ എന്ന വാക്കിൻ്റെ അർത്ഥമാക്കി പറയാറുണ്ട് മതം എന്നൊന്ന്. അത് തെറ്റാണ്. നമ്മുടെ ഭാഷയിൽ മതം എന്ന് പറഞ്ഞാൽ ഏഷാ മനീഷാ മമ, ഇതാണ് എൻ്റെ ഉറച്ച അഭിപ്രായം, സുചിന്തിതമായ അഭിപ്രായം എന്നാണ്. ഇംഗ്ലീഷിൽ റിലിജൻ എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ കടന്നുകൂടിയത് 1700 നമ്മുടെ തത്വവിചാരങ്ങളും ആത്മജ്ഞാന സിദ്ധാന്തങ്ങളുമെല്ലാം അതിനുമൊക്കെ എത്രയോ മുൻപ് ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ രൂപപ്പെട്ടിട്ടുള്ള ഒരു തത്വവിചാര സിദ്ധാന്തത്തെ നിങ്ങൾ എങ്ങനെയാണ് പറയുക മതമെന്ന്? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഇനി റിലിജൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവനവൻ്റെ തുടക്കത്തിലേക്ക്, സ്രോതസ്സിലേക്കുള്ള തിരിച്ചുപോക്ക് എന്നാണ് റീ ആൻഡ് ലോഗോ എന്ന 2 വാക്കിൽ നിന്നുണ്ടായ റിലിജൻ അർത്ഥം. അപ്പം ഇതിനെ ഒരു മതസിദ്ധാന്തം എന്ന് പറഞ്ഞുകൂടാ. അർജുനൻ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുകയാണ്. യുദ്ധകാഹളങ്ങൾ മുഴക്കിക്കഴിഞ്ഞു. ഇനി ശരവിസർജനം മാത്രമാണ് ബാക്കി. ആ സമയത്താണ് സൈന്യ പരീക്ഷണത്തിൻ്റെ പേരിൽ അർജുനനും കൃഷ്ണനുമായി ഒരു സംവാദത്തിലേർപ്പെട്ടത്. അവിടെയാണോ മതാനുഷ്ഠാനത്തിനുള്ള സന്ദർഭം? മതകാര്യങ്ങളെപ്പറ്റി കൃഷ്ണന് അർജുനനോട് പറയണമെന്നുണ്ടെങ്കിൽ 12 കൊല്ലക്കാലം വനത്തിലായിരുന്നപ്പോൾ സംസാരിക്കാമായിരുന്നില്ലേ? 1, 2, 3, 4, 5, 10 ദിവസമെടുത്ത്. മതമല്ല എൻ്റെ കൂട്ടരെ, ഇത് ചരിത്ര ഗ്രന്ഥമാണ്. 2236 എന്തോ ആണ് അധ്യായങ്ങളുള്ള മഹാഭാരതത്തിൽ ഹസ്തിനപുരത്തിൻ്റെ അധപ്പതനം, ഹസ്തിനപുരം മൂല്യച്യുതി വന്ന് അധപ്പതിക്കുന്ന ആ കഥയാണ് എഴുതുന്നത്. ഞാൻ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് കുരു ഡൈനാസ്റ്റി എന്ന് പറയും. അന്നവിടെ ഉണ്ടായിരുന്ന കുരുവംശം മുഴുവനും വേദവ്യാസ മഹർഷിയുടെ ബയോളജിക്കൽ ചിൽഡ്രൻ, കുട്ടികളാണ്. അദ്ദേഹം ഉത്പാദിപ്പിച്ച കുട്ടികളുടെ ചരിത്രമാണ് അദ്ദേഹം എഴുതുന്നതെന്ന് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. വേദവ്യാസ മഹർഷിയിൽ നിന്ന് തുടങ്ങി വേദവ്യാസൻ, പാണ്ഡു, ധൃതരാഷ്ട്രൻ, വിതുരൻ, അവരുടെ കുട്ടികൾ, പഞ്ചപാണ്ഡവന്മാർ, 101 പേർ അപ്പുറത്ത്, പിന്നെ അഭിമന്യു പരീക്ഷിത്ത്, അത് കഴിഞ്ഞ് ജനമേജയൻ. ഇങ്ങനെ 6 വംശത്തിൻ്റെ ചരിത്രം അദ്ദേഹം കണ്ടുകൊണ്ടും അതിൽ പങ്കാളിയായിക്കൊണ്ടും ആണ് എഴുതുന്നത്. സാധാരണ ചരിത്രം എഴുതുന്നത് സംഭവങ്ങൾ നടന്ന് നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷമാണ്. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ കൂട്ടരെ? കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കണമെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ എൻ്റെ കൂടെ വന്നോളൂ. സാധാരണ ചരിത്രം എഴുതുന്നത് പഴയ രേഖകളും പുരാവസ്തുക്കളുമെല്ലാം നോക്കി എഴുതിയുണ്ടാക്കുന്ന ഒരു ചരിത്രമാണ്. ആ എഴുത്തുകാരനെ നാം വിശ്വസിക്കുന്നു. ഇവിടെ വേദവ്യാസ മഹർഷി തൻ്റെ സ്വന്തം വംശത്തിൻ്റെ ചരിത്രം, സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കെ താനത് പങ്കാളിയായിരുന്നു കൊണ്ട് നടക്കുന്ന സംഭവങ്ങളെ കൺകറൻറ്റ് ഹിസ്റ്ററി ആയിട്ടാണ് അദ്ദേഹം എഴുതി വരുന്നത്. ഒരു ചരിത്രത്തിന് എത്ര വിലയുണ്ടോ അതിനേക്കാൾ എത്രയോ മടങ്ങ് വിലയുണ്ട് മഹാഭാരതത്തിന് ചരിത്ര ഗ്രന്ഥം എന്നുള്ള നിലയ്ക്ക്. അത്ര വിശേഷപ്പെട്ടതാണ് ഈ മഹാഭാരതം. രാമായണവും അതുപോലെ. വാൽമീകി നേരിട്ട് കണ്ട ശ്രീരാമനും വളർന്നു വന്ന ശ്രീരാമനും വനത്തിലേക്ക് പോയവനും അവസാനം ഗർഭിണിയായിരിക്കുന്ന സീതയെ ഉപേക്ഷിച്ച് തൻ്റെ പടിക്ക് മുൻപിൽ കൊണ്ടാക്കിയ ആ നിമിഷം വാൽമീകി അതിൽ പ്രവേശിച്ചു. അതുവരെ രാമചരിത്രമായിരുന്ന ആ പുസ്തകം, ബയോഗ്രഫിക്കലായിരുന്ന ആ പുസ്തകം ആ നിമിഷം മുതൽ ഓട്ടോബയോഗ്രഫിയായി മാറി. ഈ 2 ഗ്രന്ഥങ്ങളും നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ചരിത്ര വസ്തുതകളുടെ സത്യസന്ധമായ വിവരണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമപ്പാ. നമുക്ക് ഭാരതത്തിൻ്റെ ഒരു പുതിയ ചരിത്രം എഴുതേണ്ട ആവശ്യമുണ്ട്. ഭാരതീയരായി ഭാരതീയ ചിന്താഗതികളിൽ ഇറങ്ങിച്ചെന്ന് പ്രവേശിച്ച് അതിൻ്റെ ആഴവും വിസ്താരവും പ്രസക്തിയും അനുബന്ധവും മനസ്സിലാക്കി
അതിന് കൽപ്പിച്ചു കൊടുക്കേണ്ട വില നല്ല പോലെ ഗ്രഹിച്ച് അതിന് സ്ഥാനവും മാനവും നൽകിക്കൊണ്ട് എഴുതുന്ന ഒരു ചരിത്രം നമുക്ക് വേണം. നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ആ ആദ്യത്തെ ഭരണഘടനയുടെ ചിത്രത്തിൽ 1-ാം പേജിൽ കൊടുത്തിരുന്നത് ഭഗവത്ഗീതയാണ്, 2-ാം പേജിൽ കൊടുത്തിരുന്നത് രാമായണത്തിൻ്റെ പടമാണ്. അത് രണ്ടും അന്നത്തെ ഭരണഘടനാ ചിന്തകന്മാർ വിട്ടുകളഞ്ഞ് ഭാരതത്തെ ബ്രിട്ടീഷുകാർ തന്ന ഒരു ഭൂമിക്കഷ്ണമാണ് എന്ന് മാത്രം വിചാരിച്ചാണ് അവർ സ്വാതന്ത്ര്യം കൈപ്പറ്റിയത്. എനിക്ക് പറയാനുള്ളത് അതല്ല. ഭാരതത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഭാരതം ബ്രിട്ടീഷുകാർ തന്നതല്ല. അവർ കുറച്ചു കാലം ഈ ഭൂകഷ്ണം ഭരിച്ചു എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. അവരിവിടെ കാലുകുത്തുന്നതിന് എത്രയോ മുൻപാണ് ഭാരതത്തിൻ്റെ പഴക്കമാർന്ന, പഴക്കം നിശ്ചയിക്കാൻ പറ്റാത്ത, ചരിത്രാതീത കാലത്തിൽ ആണ്ടുകിടക്കുന്ന സംസ്കാരവും വിചാരധാരയും തത്വവിചാര പദ്ധതികളും ഇവിടെ രൂപപ്പെട്ടത്. ആ തത്വവിചാര പദ്ധതികൾ രൂപപ്പെട്ട കാലം മുതൽക്ക് അനശ്വരമാണ് എന്ന് അത് കണ്ടുപിടിച്ചവരും പിന്തുടർന്നവരും മനസ്സിലാക്കി. അങ്ങനെയാണ് നമുക്ക് ശാശ്വതമായിരിക്കുന്ന ഒരു സാഹിത്യവും ചിന്താഗതിയുമുള്ളത് കൂട്ടരെ. ആ ചിന്താഗതിയെ പരാമർശിക്കാതെ ഭാരത പരാമർശം ശരിയാവാൻ പോകുന്നില്ല, പുതിയതുമാകുന്നില്ല. ഇത് മനസ്സിലാക്കി ഭാരതത്തിൻ്റെ ചരിത്രം ആധികാരികമായി ഭാരതത്തിൻ്റെ മണ്ണിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ സംസ്കാരത്തിൻ്റെ പാൽ കുടിച്ചുകൊണ്ട് നമുക്കിവിടെ എഴുതാൻ ഒരു കൂട്ടം ആൾക്കാർ പുറപ്പെടണം. അതിനെ ഉത്സാഹിപ്പിക്കാൻ പറ്റിയ തരത്തിൽ ഒരു സർക്കാർ ഇവിടെ നിലവിൽ വരണം. ഭാരതത്തിൻ്റെ മഹിമയെന്ത്, ഭാരതീയരുടെ ബുദ്ധിവിശേഷം എത്രത്തോളമുണ്ട്, ഇന്ന് നാം സയൻസ് എന്ന് പറയുന്ന ആ ശാസ്ത്രമുണ്ടല്ലോ, അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടുഗ്രഹിക്കുന്ന ഭൂലോകത്തിൻ്റെ കാര്യം മാത്രം പറയുന്നതാണ്. പക്ഷേ കണ്ണിന് കാണാനുള്ള ശക്തിയില്ല, സ്വതന്ത്രമല്ല. ജഡമാണ് കണ്ണ്, ജഡമാണ് ചെവി, ജഡമാണ് നാവ്, ജഡമാണ് മൂക്ക്, ജഡമാണ് ത്വക്ക്. അവയെ സജീവമാക്കി നിർത്തുന്നത് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ചേതനാവിശേഷം, അതിൻ്റെ സ്ഫുരണമായ മനസ്സും ബുദ്ധിയുമാണ്. ആ വ്യക്തിത്വമാണ് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത്. നമ്മുടെ പുറം വ്യക്തിത്വം ജഡമാണ്, പഞ്ചഭൂതങ്ങളും ജഡമാണ്. ഈ പഞ്ചഭൂതങ്ങളിൽ റിസർച്ച് ചെയ്ത് നമുക്കതിൻ്റെ അപ്പുറത്തെത്തേണ്ട കാര്യം വളരെ വിഷമമാണ്. നേരെ മറിച്ച് പഞ്ചഭൗതികമായിരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ആ ജഡഭാഗത്തെ ഉജ്ജീവിപ്പിച്ച് സംവേദനക്ഷമമാക്കുന്ന സാന്നിധ്യം നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ നേരിട്ട് പരിശോധിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഉള്ളറകളിൽ ഇറങ്ങിച്ചെന്ന് ഉൾത്തലങ്ങളെ സമഗ്രമായി പഠിച്ച് അന്വേഷണം നടത്തി, ഗവേഷണം നടത്തി, അതിലുള്ള സാരാംശങ്ങളെ വേണ്ടതുപോലെ പറഞ്ഞു വച്ചിട്ടുണ്ട് നമ്മുടെ പൂർവികർ. അവരുടെ കുശാഗ്രബുദ്ധി ഇത്രയാണെന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും ഞാൻ പറഞ്ഞു കേൾക്കുന്നു, അധ്വാനത്തിൽ ചൈനക്കാരാണത്രേ ഇന്ത്യക്കാരെ കവച്ചു വയ്ക്കുന്നത് എന്ന്. പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു നക്ഷത്രശാസ്ത്രമുണ്ട്. ആ നക്ഷത്രശാസ്ത്രം നാം ഉണ്ടാക്കിയത് ഭൂമിയിൽ മലർന്നു കിടന്ന് ആകാശത്തെ നോക്കി അവിടെയുള്ള നക്ഷത്രങ്ങളുടെ ഗതിവിഗതികൾ മനസ്സിലാക്കിയിട്ടാണ്. ലോകത്തിലുള്ള ഒരു ഗ്രഹവും നിശ്ചലമായി നിൽക്കുന്നില്ല, എല്ലാം ചരിക്കുന്നതാണ്. ഏത് നക്ഷത്രത്തെ നിങ്ങളെടുത്ത് നോക്കിക്കോളൂ, ഇന്ന് കണ്ടയിടത്തല്ല നാളെ അത്, നാളെ കണ്ടയിടത്തല്ല മറ്റന്നാളത്. അങ്ങനെ ഓരോ നക്ഷത്രപംക്തിയും ഒരു പ്രദക്ഷിണം കഴിച്ച് തിരിച്ചു വരാൻ എടുക്കുന്ന സമയം നമ്മുടെ പൂർവികർ വെറും കണ്ണുകൊണ്ട് നോക്കി കണ്ടെത്തി എന്നാണ് ജ്യോതിഷം നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ജ്യോതിഷികളോട് പറയാറുണ്ട്, നിങ്ങൾ ഈ തത്തമ്മയെ പൂച്ച എന്ന് പറഞ്ഞ് നിൽക്കരുത്. എന്തുകൊണ്ടാണ് ഓരോ നക്ഷത്രത്തിനും ഓരോ ഗ്രഹത്തിനും നമ്മുടെ ജീവിതത്തിൽ ഭിന്നമായ സ്ഥാനം നൽകിയിരിക്കുന്നത്? ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ ജ്യോതിഷം പഠിപ്പിക്കാൻ പുറപ്പെട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എന്നെയാണ് വിളിച്ചത്. ഞാൻ എന്തിനാ നിങ്ങൾ എന്നെ വിളിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അതിലൊരു പണിക്കരുണ്ടായിരുന്നു, എനിക്ക് പേരോർമ്മ വരില്ല. അദ്ദേഹം ഞാൻ എവിടെയോ സംസാരിക്കുന്നത് കേട്ട് സ്വാമിജിക്ക് ഞങ്ങളെക്കാളും അധികം ജ്യോതിഷം അറിയാമെന്ന് പറഞ്ഞു.
എനിക്ക് അങ്ങനെ ജ്യോതിഷമൊന്നും അറിയില്ല. ഞാൻ ജ്യോതിഷികളെ കൺസൾട്ട് ചെയ്തിട്ടുമില്ല എൻ്റെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ ജ്യോതിഷം എന്ന് പറയുന്ന വേദാംഗം, വേദത്തിൻ്റെ അംഗമായ ജ്യോതിഷത്തെപ്പറ്റി ആവശ്യം വരുമ്പോൾ തെല്ലൊന്ന് പരിശോധിക്കാനൊക്കെ എനിക്ക് സാധിക്കും. തൃശ്ശൂരിൽ ആവശ്യപ്പെട്ടു സ്വാമിജി ഒന്ന് വന്ന് സംസാരിക്കണം. ജ്യോതിഷത്തിന് വിപരീതം പറയുന്ന കുറവ് വിഭാഗമുണ്ട്. അതുകൊണ്ട് എനിക്കെങ്ങനെയാണ് ജ്യോതിഷം അറിയോ? എൻ്റെ വിഷയമല്ലല്ലോ. അതല്ല, സ്വാമിജി എന്ത് വിഷയം എടുത്താലും പറഞ്ഞു തരുമെന്നറിയാം. അപ്പം ഞാൻ 3 ദിവസം റിസർച്ച് ചെയ്തു, ഗവേഷണം ചെയ്തു. എന്നിട്ടാണ് ഞാൻ ജ്യോതിഷ ശാസ്ത്രത്തിനെക്കുറിച്ച് 4 വാക്ക് പറയാൻ ചെന്നത്. ആദിത്യനാറ് ശശിപത്തു തഥേഴു ചൊവ്വ 18 പാമ്പു 16 ബൃഹസ്പതീച 19 ശനി ബുധൻ 17 ചെന്നാൽ കേതൂനൊരേഴിരുപതാം അതു ശുക്രനന്ദ്യം. ഞാൻ ചോദിച്ചു ചിലരൊക്കെ വിളിച്ച്, എന്താണ് ഈ ആദിത്യൻ 6 ശനി 10? ആദിത്യൻ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണല്ലോ. ആ ആദിത്യന് 6 ദിവസമേ 6 ഭാഗേ നമ്മുടെ 120 വയസ്സിൽ കൊടുത്തിട്ടുള്ളൂ. ചന്ദ്രന് 10 ഉണ്ട്, ശനിക്ക് 19 ഉണ്ട്, ശുക്രന് 20 ഉണ്ട്. എന്താ ഇതിന് പ്രമാണം എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഒരൊറ്റ ആൾ എന്നോട് മറുപടി പറഞ്ഞില്ല. അമേരിക്കയിൽ നാസയെ കണ്ട് അവരോട് ചോദിച്ച് ചില വിവരങ്ങൾ പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞ് എൻ്റെ ശിഷ്യനോട് ഞാൻ ചോദിച്ചു. വേൾഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന പങ്കജനോട്. പങ്കജ് അന്വേഷണം നടത്തി എന്നോട് പറഞ്ഞത് നാസയ്ക്ക് ഇതിൽ പറയാനൊന്നും പറ്റില്ല. അവർ കണക്കാക്കുന്നത് മുഴുവനും സൂര്യനിൽ നിന്നുള്ളതാണ്. നമ്മളെ ഭൂമിയിൽ നിന്ന് ആകാശത്തെ നോക്കി ഉണ്ടാക്കിയതാണ് നമ്മുടെ ജ്യോതിഷ ചരിത്രം. നമ്മുടെ നിരീക്ഷകന്മാരുടെ തെല്ലൊരു മഹത്വം സൂചിപ്പിക്കാൻ എന്നോടൊരാൾ പറഞ്ഞ ചരിത്രം പറയാം. ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു അത്രേ. എപ്പോൾ നോക്കിയാലും ആകാശം നോക്കി കിടക്കണ ആൾ. ഒരു മണൽത്തിട്ടിൽ ചെന്ന് ഒരു മുണ്ട് വിരിച്ച് അവിടെ അങ്ങോട്ട് കിടക്കും. എന്നിട്ട് ആകാശം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നും അദ്ദേഹം ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ ചില രസികന്മാർക്ക് തോന്നി, ഇദ്ദേഹം എന്നും ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ, ഇത് എന്ത് നോട്ടാപ്പാ അത്? എന്നും വന്ന് ഒരു സ്ഥലത്ത് കിടന്ന് ഇങ്ങനെ മേപ്പെട്ട് നോക്കും രാത്രി മുഴുവനും. അപ്പോൾ ഇദ്ദേഹത്തിനൊന്ന് പരിശോധിക്കണം തോന്നിയിട്ട് എന്ത് ചെയ്തു? അവരൊരു കുശലം പ്രയോഗിച്ചു. അന്ന് തിരുമേനി അവിടെ വന്നിട്ട് കിടന്നു കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, എന്താ ഈ ആകാശം മുഴുവൻ ഇങ്ങനെ അടുത്തേക്ക് വന്ന മാതിരി തോന്നണേ? എന്താ കാരണം എന്നറിയോ? അദ്ദേഹം മുണ്ട് വിരിക്കുന്നതിന് മുമ്പ്, അവിടെ തയ്യാറാക്കുന്നതിന് മുമ്പ് അതിൻ്റെ മുമ്പിൽ അടിയിൽ വേറെ ഒരു ഷീറ്റ് കൊണ്ട് വിരിച്ചു അത്രേ. ആ വേറെ ഒരു ഷീറ്റ് വിരിച്ചതിൻ്റെ കനവ്യത്യാസം ഉണ്ടല്ലോ, അതുകൊണ്ട് ആകാശം അടുത്ത് വന്നു എന്ന് അദ്ദേഹത്തിന് തോന്നിയത്രേ. ഇത് നിങ്ങൾ നിസ്സാരമായിട്ട് കണക്കാക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിലുള്ള ആ സംവേദനക്ഷമത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഷീറ്റ് കൂട്ടിയിട്ടപ്പോൾ ആകാശം അടുത്തേക്ക് വന്നു എന്ന് തോന്നിയെന്ന്. അപ്പം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന സംവേദനക്ഷമത, അത് നമ്മുടെ ഉള്ളിലുള്ള ചേതനയുടെ പ്രഭാവമാണ്, പ്രജ്ഞയുടെ പ്രഭാവമാണ്, ചിത് പ്രകാശത്തിൻ്റെ മഹിമയാണ്. അത് എത്രത്തോളം ഉണ്ടെന്ന് അവിടെ ഇറങ്ങി അന്വേഷിച്ചവരാണ് ഭാരതീയർ. അവരുടെ പിന്നാലെ നിൽക്കാൻ ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് സാധിക്കില്ല. യോഗവാസിഷ്ഠ രാമായണത്തിൻ്റെ ഒരു പുസ്തകമാണ് ഇത്തവണ നാം ഇവിടെ റിലീസ് ചെയ്തത്, മനഃപ്രശാന്തത. ഉപശമ പ്രകരണത്തിൻ്റെ സംഗ്രഹിത വിവരണമാണത്. നിങ്ങളെല്ലാവരും അത് ഓരോ കോപ്പി മേടിക്കണം. ഒരെണ്ണം നിങ്ങളുടെ സുഹൃത്തിനും സമ്മാനം കൊടുക്കണം. ആ പുസ്തകത്തിൽ നോക്കൂ, നിങ്ങൾ പേര് നടക്കുന്ന മനസ്സിൻ്റെ പേരും ഊരും നക്ഷത്രവും തിഥിയും എല്ലാം വിളിച്ചു പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് ആ പുസ്തകം. ഒരു നിധിയാണ് നമ്മുടെ മനസ്സ്. ആ നിധിയായ മനസ്സിനെ കയ്യിൽ വെച്ചുകൊണ്ട് നാം സ്വർണം പേര് നടക്കുന്ന കഴുതയെ പോലെ നടക്കുകയാണ്. കഴുത സ്വർണം ചുമന്നാൽ അതിൻ്റെ ഭാരം മാത്രമേ അതിനറിയുള്ളൂ, അതിൻ്റെ വില അറിയില്ല. അതുപോലെ മനസ്സിൻ്റെ ഭാരം മാത്രമാണ് നമുക്ക് കിട്ടുന്നത്, അതിൻ്റെ മഹിമ നാം മനസ്സിലാക്കുന്നില്ല. വളരെയധികം നഷ്ടക്കച്ചവടമാണ് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം, ലാഭക്കച്ചവടമല്ല. നഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത്. ഈ സ്ഥിതിയൊക്കെ, ദുസ്ഥിതി, ദുർഘടങ്ങളൊക്കെ ഒന്ന് മാറ്റി എഴുതണം നമുക്ക്. ഞാനൊരു ശ്ലോകം എഴുതിയുണ്ടാക്കി ജ്യോതിഷശാസ്ത്രത്തെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ചും. എന്നിട്ട് അവിടെ വന്ന് സംസാരിച്ചു. ജ്യോതിഷ മേഖലയിൽ ശക്തി തമ്പുരാൻ വരെ പരീക്ഷിച്ച് പരാജയപ്പെട്ട കഥ എൻ്റെ അച്ഛൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, അതും പറഞ്ഞു. അപ്പം ഗുരുവായൂരിൽ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ഞാൻ പറഞ്ഞത്, ഗുരുവായൂരിന് വേണ്ടത്ര പണമുണ്ട്,
ജ്യോതിഷശാസ്ത്രം പഠിപ്പിക്കാനായി ഒരു ദൗത്യം അവർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല സ്കോളേഴ്സിനെ കൊണ്ടുവന്ന് റിസർച്ച് ചെയ്ത് എന്താണ് നമ്മുടെ ജ്യോതിഷശാസ്ത്രത്തിലുള്ള പല ഘടകങ്ങളും അതിൻ്റെ കാരണവും കാര്യവും കണ്ടുപിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോഴേ ഈ ഗുരുവായൂർ ദേവസ്വം പഠിപ്പിക്കുന്നത് അന്വർത്ഥമാകൂ എന്ന് പറഞ്ഞു ഉറപ്പിച്ചിട്ടാണ് പോകുന്നത്. നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ഈ കാണുന്നത് ദ്രവ്യകോശമാണ്, ദ്രവ്യാകാശമാണ് മുകളിൽ. ഈ ദ്രവ്യകോശത്തെ കാട്ടിത്തരുന്ന ഒരു ദൃഷ്ടകോശമുണ്ട്, ഒരു ദൃക്ക് കോശമുണ്ട്. ആ ദൃക്കോശം, ദൃഷ്ടകോശം, അതാണ് ഈ ദ്രവ്യകോശം ദൃശ്യകോശത്തിനേക്കാൾ എത്രയോ വലുത്. ഭഗവത്ഗീത നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ ദൃഷ്ടകോശത്തെയാണ്. അർജുനനെ പറഞ്ഞു ധരിപ്പിച്ചത് ദൃഷ്ടതലത്തിനെ കുറിച്ചാണ്. എടോ അർജുന, തനിക്ക് ധൈര്യമില്ലായ്മ മനസ്സിലാണ്, ആശയത്തെളിച്ചം നഷ്ടപ്പെടുത്തുന്നത് ബുദ്ധിയിലാണ്. ഈ ബുദ്ധിക്കും മനസ്സിനും നിദാനമായിട്ടുള്ള ആത്മകോശം, ആത്മതലം ഒന്നുണ്ട്. അവിടേക്ക് ഇറങ്ങിച്ചെല്ലൂ, അതിനെക്കുറിച്ച് ചിന്തിക്കൂ. ആ ആത്മതലത്തിൻ്റെ ഭാഷ ഞാൻ പാടിത്തരാം, കേൾക്കൂ. കേട്ടിട്ട് അതിനനുസരിച്ച് ചിന്തിക്കൂ. അർജുനൻ്റെ സർവ്വസങ്കടവും പമ്പ കടക്കും എന്ന് പറഞ്ഞാണ് പുറപ്പെട്ടത്. ഇതൊരു ചരിത്ര പുസ്തകമാണെന്ന് പറഞ്ഞുല്ലോ, കേട്ടോളൂ. ഹസ്തിനപുര വംശമുണ്ടല്ലോ, ആ വംശത്തിൻ്റെ അധപ്പതനം ചിത്രീകരിക്കുകയാണതിൽ. നമുക്ക് 2 വംശങ്ങളാണ്, സൂര്യവംശം, ചന്ദ്രവംശം എന്ന് 2 എണ്ണം. സൂര്യനിൽ നിന്നാണ് ഭൂമി വീണത് എന്ന് പറയുന്നു ശാസ്ത്രജ്ഞന്മാർ. നമ്മൾ ആദ്യത്തെ രാജവംശക്കാരെ പേരിട്ടത് സൂര്യവംശം എന്നാണ്. കേട്ടോളൂ, കേട്ടോളൂ. സൂര്യവംശം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഭൂമി തന്നെ ഉയർന്നത്, താഴത്ത് വീണത് സൂര്യനിൽ നിന്നാണ്. ആ ഭൂമിയിൽ അധിവസിക്കുന്ന നമ്മളെല്ലാവരും അതിനാൽ ഭൂജനനിയുടെ മക്കൾ എന്ന് പറയുന്നത് പോലെ സൂര്യനിൽ നിന്ന് ജനിച്ചവരാണ്. അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഒരു കൂട്ടം രാജവംശത്തിന് നമ്മൾ പേരിട്ടത് സൂര്യവംശം. അതിൽപ്പെട്ടതാണ് ഇക്ഷ്വാകു, രഘു, അജൻ തുടങ്ങിയവർ. ശ്രീരാമനും ദശരഥൻ്റെ പുത്രൻ അതിൽപ്പെട്ടതാണ്. ദീർഘകാലം നമ്മുടെ രാജ്യത്തെ പരിപാലിച്ചു. അതിനുശേഷം ആ രാജവംശം അറ്റുപോയി. ഒരു രാജവംശവും ഇവിടെ നിലനിൽക്കില്ല, കുറേ കഴിഞ്ഞാൽ അത് അറ്റുപോവും. എന്നാൽ ഋഷിവംശം ഇന്നേ വരെ അറ്റുപോകാതെ ഇവിടെ നിലനിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വസിഷ്ഠ ഗോത്രക്കാർ, കാശ്യപ ഗോത്രക്കാർ, ശ്രീവത്സ ഗോത്രക്കാർ, കൗശിക ഗോത്രക്കാർ, പല ആൾക്കാരെയും ഇന്നിവിടെ കാണാം. എന്നാൽ അയോധ്യയിൽപ്പെട്ട സൂര്യവംശജാതന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന്? ചന്ദ്രവംശക്കാർ വല്ലവരും ഉണ്ടോ? പിന്നീട് അരങ്ങേറിയതാണ് ചന്ദ്രവംശം. അതിൽപ്പെട്ടവരാണ് പാണ്ഡവന്മാർ, ഭീഷ്മൻ, കൃഷ്ണനടക്കം. ആ ചന്ദ്രവംശത്തിൻ്റെ ചരിത്രമാണ് ഇവിടെ എഴുതുന്നത്. അത് അധപ്പതിച്ച് തീരെ അസ്തമിച്ചു പോയി, അസ്തപ്രഭരായി. ആ കഥ വിവരിക്കുകയാണ് വേദവ്യാസ മഹർഷി. അദ്ദേഹത്തിൽ നിന്ന് ഉത്പത്തിയായ പാണ്ഡവന്മാരുടെ കഥയെ കൂട്ടുപിടിച്ച് പറയുകയാണ് അദ്ദേഹം. ഈ പറയുന്ന വേദവ്യാസ മഹർഷി എങ്ങനെ പഠിച്ചു, എവിടെ പഠിച്ചു, ആര് ഭക്ഷണം കൊടുത്തു, ആരാണ് പെറുക്കിയെടുത്തത് എന്ന് ഒരൊറ്റ ആൾക്കും അറിയില്ല. അച്ഛനും അമ്മയും പ്രസവിച്ച ഉടനെ ഉപേക്ഷിച്ചൊരു പോക്ക് പോയതാണ്. ഈ കുട്ടിയെ വളർത്താൻ ആരുണ്ട്? ചോദിക്കണ്ട, സംശയിക്കണ്ട. പ്രസവിച്ചവരല്ല കുട്ടിയുടെ അച്ഛനമ്മമാർ. അവർ ഉപേക്ഷിച്ചു പോകാൻ തോന്നിയാൽ അവരെങ്ങനെ അച്ഛനും അമ്മയുമാകും? ഒരു കർണനെ പുഴയിലൊഴുക്കിയപ്പോൾ ആ കർണനെ പെറുക്കിയെടുത്ത് വളർത്തിക്കൊണ്ടുവരാൻ അവിടെ ഒരു കൂട്ടരുണ്ടായിരുന്നു. നിങ്ങൾ ആരും വിചാരിക്കരുത് മനുഷ്യ ശിശുക്കൾ അനാഥരാണെന്ന്. നാം അവരുടെ തലയിൽ ബോംബിട്ട് കൊല്ലുന്ന കാര്യം വേറെ. എവിടെയെങ്കിലും ഒരു ശിശു ജനിച്ചു അനാഥമായി എന്ന് പറഞ്ഞാൽ സനാഥമാണ് എന്ന് പറയാൻ നമ്മുടെ ചരിത്രമുണ്ട്, സംഭവങ്ങളുണ്ട്. വേദവ്യാസ മഹർഷിയെ ആര് പെറുക്കിയെടുത്തു, എങ്ങനെ പരിരക്ഷിച്ചു, ഏത് പാഠശാലയിൽ പഠിച്ചു, എത്ര അധ്യാപകന്മാരുണ്ടായിരുന്നു, ഒരക്ഷരം നമുക്കറിയില്ല. പക്ഷേ നാം കാണുന്നത് വേദവ്യാസ മഹർഷിയെ വിശ്വവിജ്ഞാതാവായിട്ടാണ്. അദ്ദേഹം എഴുതിയ ശാസ്ത്രമേ ഇന്ന് നമ്മുടെ കയ്യിലുള്ളൂ. ഒരു ഭാഗത്ത് കാട്ടുകള്ളനായിരുന്ന രത്നാകരൻ വാൽമീകി മഹർഷിയായി മാറി എഴുതി വച്ച രാമായണം.
നമുക്കിവിടെ ജാതിഭേദമില്ല, ഉച്ചനീചത്വമില്ല. ആരുടെ കയ്യിൽ അറിവുണ്ടോ, മേന്മയുണ്ടോ, മഹിമയുണ്ടോ, ഔന്നത്യമുണ്ടോ അതിനെ ഉടനടി തലകുമ്പിടിച്ച് പ്രണമിച്ച് സ്വീകരിക്കുന്നവരാണ് ഭാരതീയർ. ഒറ്റ വാക്ക് ശബ്ദിച്ചു പോകരുത് ജാതി പോതി എന്ന്. മനുഷ്യൻ ജനിച്ചത് ഗുണമൂല്യങ്ങൾ കൈക്കലാക്കാൻ വേണ്ടിയാണ്, ആന്തരമായ ഔന്നത്യം സമ്പാദിക്കാനാണ്. ശരീരത്തിൻ്റെ സൗന്ദര്യം ഒരു പക്ഷേ ബയോളജിക്കലായി അമ്മയും അച്ഛനും കൂടി പ്രദാനം ചെയ്തതാണ്. ഒരൊറ്റ സുന്ദരിയെ വിശ്വസുന്ദരി എന്ന് പറഞ്ഞ് അഭിഷേകം ചെയ്യാൻ മനുഷ്യർക്ക് അവകാശമില്ല. ആ സമ്മാനം പോകേണ്ടത് പ്രകൃതിഹസ്തങ്ങൾക്കാണ്. മനുഷ്യരാരും ഇവിടെ സുന്ദരിയെ പെറ്റിട്ടുമില്ല, പെറാൻ സാധിക്കൂല. കോങ്കണ്ണികളെ പ്രസവിക്കുന്നുണ്ടല്ലോ മനുഷ്യര്. നമ്മുടെ ശരീരം രൂപപ്പെടുത്തുന്നത് പ്രകൃതിയാണ്, നമ്മുടെ ഉൾമനസ്സിനെ രൂപപ്പെടുത്തുന്നത് നമ്മളാണെന്ന് നമുക്ക് അവകാശപ്പെടാം. ആ ഔന്നത്യം കൊണ്ട് മഹർഷിയായതാണ് രത്നാകരൻ. തൻ്റെ ഔന്നത്യം കൊണ്ട് വിശ്വവിജ്ഞാനിയായതാണ് വേദവ്യാസൻ. ആ ചന്ദ്രവംശത്തിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത്. ആ കഥ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എവിടുന്നാ തുടങ്ങുക? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. മഹാഭാരത യുദ്ധം ആസന്നമായി അടുത്തു വന്നു. ഈ മഹാഭാരത യുദ്ധം ആരാ നടത്താൻ പോകുന്നത്? തൻ്റെ മക്കള്. ആരുടെ മക്കള്? വേദവ്യാസ മഹർഷിയുടെ മക്കള്. പാവം ആ അച്ഛൻ പിതൃമനസ്സ് മക്കളുടെ അടുത്ത് ചെന്നു. അതിലൊരാൾ കുരുടനാണ്, ധൃതരാഷ്ട്രൻ, അന്ധനാണ്. ധൃതരാഷ്ട്രൻ അടുത്ത് ചെന്ന് ചോദിച്ചു, എൻ്റെ പൊന്നുമോനെ, അഭൂതപൂർവമായിരിക്കുന്ന മഹായുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ഇതിൽ അപ്രതീക്ഷിതമായി പലതും നടക്കും. അവസാനം ഒരു കക്ഷി തോൽക്കും, എല്ലാം വീണൊടുങ്ങും. ഈ യുദ്ധം നിനക്ക് കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി പ്രത്യേകമായ ഒരു ദിവ്യദൃഷ്ടി ഞാൻ തരാം. എന്തു പറയണു എന്ന് ചോദിച്ചപ്പോൾ ധൃതരാഷ്ട്രൻ പറഞ്ഞു, എൻ്റെ പൊന്നു പിതാവേ, എനിക്ക് ദിവ്യദൃഷ്ടി വേണ്ട. എനിക്കറിയാം എൻ്റെ മക്കൾ ദുഷ്ടന്മാരാണ്. അവരെല്ലാവരും മൂത്തതും മൂക്കാത്തതും വാടിയതുമായ ചക്ക കൊഴിയുന്നത് പോലെ എല്ലാവരും ഈ രണഭൂമിയിൽ കൊഴിയും. ഇത് കാണാൻ ആരെങ്കിലും ഒരു പിതൃമനസ്സ് സമ്മതിക്കുമോ? അതുകൊണ്ട് എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു. എന്നാലൊരു കാര്യം ചെയ്യാം, അവിടെ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി നിന്നെ വന്ന് ഉപദേശിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ തരത്തിൽ സഞ്ജയൻ എന്ന് പറയുന്ന ആളെ ഞാൻ അനുഗ്രഹിക്കാം, ഒരു ദിവ്യദൃഷ്ടി കൊടുക്കാം. ഈ ദിവ്യദൃഷ്ടിയുടെ പേരിൽ സഞ്ജയൻ പടക്കളത്ത് എവിടെ വേണമെങ്കിൽ ഓടി നടക്കാം, സഞ്ചരിക്കാം. അദ്ദേഹം ഒരൊറ്റ ആളുടെ കണ്ണിലും കാതിലും പെടില്ല. പടക്കളത്ത് മാത്രമല്ല, ക്യാമ്പുകളിൽ നടക്കുന്ന സംഭവങ്ങളും തിരിച്ചറിയാൻ പറ്റും. എല്ലാം മനസ്സിലാക്കി നിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും. ദാ സഞ്ജയന് ദിവ്യശക്തി കൊടുക്കണമെന്ന് പറഞ്ഞ് അച്ഛനൊരു പോക്കാ പോയി. പോയ ഉടനെ സഞ്ജയൻ വലിയ ഒരു പ്രവക്താവാണ്, സൂതനെ പോലെ സംസാരിക്കും. അപ്പോൾ തുടങ്ങി ധൃതരാഷ്ട്ര മഹാരാജാവിനെ ഉദ്ബോധിപ്പിക്കാൻ. നമ്മുടെ ഭാരതം എന്ന് പറയുന്ന ആ ഭൂപ്രദേശം എത്ര വിശിഷ്ടമാണ്, വരിഷ്ഠമാണ്, വിപുലമാണ്. അതിലുള്ള പ്രധാനപ്പെട്ട മലകളും പർവ്വതങ്ങളും ഏതെല്ലാം, നദികളും പുഴകളും ഏതെല്ലാം, പുണ്യസ്ഥലങ്ങൾ ഏതെല്ലാം, എവിടെയാണ് ജനങ്ങൾ സമ്മേളിക്കുന്നത്, പോയി വരുന്നത്, ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യുദ്ധം ഠപ്പ് എന്ന് തുടങ്ങിയെന്നറിഞ്ഞപ്പോൾ വിവരണം നിർത്തി സഞ്ജയൻ ഒരു ഓട്ട കൊടുത്തു കുരുക്ഷേത്രത്തിൽ. അവിടെ ചെന്നപ്പോൾ യുദ്ധം തുടങ്ങി. ആ യുദ്ധത്തിൻ്റെ ആ മാസ്മരതയിൽ, അതിൻ്റെ വേഗതയിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 ദിവസം കഴിഞ്ഞു. 10ാം ദിവസം ഇതാ അജയ്യനായിരിക്കുന്ന ഭീഷ്മ പിതാമഹനെ അർജുനൻ്റെ ശരങ്ങൾ തുളച്ച് തളർത്തി ഠാപ്പ് രഥത്തുനിന്ന് മറിഞ്ഞു വീണു മുത്തശ്ശൻ. ഈ കാഴ്ച സഞ്ജയന് കാണാൻ പറ്റിയില്ല. ഒരിക്കലും ഒരാൾക്കും ഭൂലോകത്ത് ചെയ്യാൻ പറ്റാത്തതാണ് അർജുനൻ ചെയ്തിട്ടുള്ളത്. തൻ്റെ മുത്തശ്ശനെ തട്ടിയിടാൻ ലോകത്തിലൊരാളില്ല. അങ്ങനെ ഇരിക്കെ ഈ മുത്തശ്ശൻ രഥത്തിൽ നിന്ന് മറിഞ്ഞവിടെ കിടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ സഹിക്കുവയ്യാതെ ധൃതരാഷ്ട്രനടുക്കിലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് സഞ്ജയോഹം മഹാരാജ നമസ്തേ ഭരതർഷഭ,
ഞാൻ സഞ്ജയനിതാ വന്നിരിക്കണു, എൻ്റെ വിവരണം നിർത്തിപ്പോയില്ലോ, ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇന്ന് 10-ാം ദിവസമാണ്. ഭീഷ്മപിതാമഹൻ അജയ്യൻ, അപ്രമേയൻ, അദ്വിതീയൻ, അസ്ത്രശസ്ത്ര വിദ്യയിൽ പാരംഗതൻ, തപസ്സിൽ അങ്ങേയറ്റം ശ്രേഷ്ഠൻ, ഇങ്ങനെ എല്ലാം കൊണ്ടും യോഗ്യതയുടെ മകുടചൂടാമണി അണിഞ്ഞിരിക്കുന്ന ഭീഷ്മപിതാമഹനെ അർജുനൻ്റെ ശരങ്ങൾ തുളച്ച് തളർത്തി താഴത്തേക്കിട്ടു. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ധൃതരാഷ്ട്രൻ്റെ മനസ്സ് തളർന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സമുദ്രത്തിലെ തിരമാലകൾ പോലെ പല ചോദ്യങ്ങളും വരുന്നു. ഭീഷ്മൻ മറിഞ്ഞു വീണുവോ? മുത്തശ്ശൻ അദ്ദേഹം വീണാൽ പിന്നെ എൻ്റെ സൈന്യത്തിൽ ആര് ബാക്കിയുണ്ടാവും? എൻ്റെ സൈന്യം മുഴുവനും നശിച്ച മാതിരിയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? ധർമ്മം എന്നൊന്നില്ലേ ലോകത്തിൽ? ധർമാധർമ്മോ ബലവാൻ സംപ്രാപ ഇതിമേ മതി. ധർമ്മത്തിനുണ്ടായിരുന്ന ബലം, ആ രക്ഷാശക്തി, അത് തകർന്നു പോയി എന്നാണ് തോന്നുന്നത്. അധർമ്മമാണ് ഇപ്പോൾ ഉഗ്രതയിൽ നിൽക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? എതിർപക്ഷത്തിലുള്ള സൈന്യമാണല്ലോ അർജുനൻ. അർജുനൻ ഒരു ധർമ്മിഷ്ഠനല്ലേ? മുത്തശ്ശനെ തട്ടി താഴ്ത്തിടാൻ അവൻ എങ്ങനെ തോന്നി? എങ്ങനെയാണിത് സംഭവിക്കുക? എനിക്ക് ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എൻ്റെ മക്കൾ അകൃത്യം ചെയ്യാൻ ജനിച്ചവരാണ്. പക്ഷേ പാണ്ഡുവിൻ്റെ മക്കൾ അങ്ങനെയല്ല. അവർ ധർമ്മം വിട്ട് നടക്കില്ല. ധർമ്മത്തിൽപ്പെട്ടതാണോ ഈ മുത്തശ്ശനെ തട്ടി താഴ്ത്തിടൽ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എൻ്റെ മനസ്സ് ലക്കും ലഗാനവുമില്ലാതെ പറക്കുകയാണ്. ഞാൻ എന്താ വേണ്ടത്? നീ പറയുന്നത് കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. രണ്ടുപേരും യുദ്ധം ചെയ്യാൻ വന്നു കൂടിയ സ്ഥലം ധർമ്മക്ഷേത്രമാണ്. വളരെ കാലം കുരു, ഞങ്ങളുടെ പൂർവികൻ, അവിടെ തപസ് ചെയ്തിട്ടുണ്ട്. ആ തപസ്സിൻ്റെ ഒരു അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നു. ആ ധർമ്മക്ഷേത്രത്തിൽ നടക്കുന്ന യുദ്ധം ധാർമ്മിക യുദ്ധമേ ആകൂ. അതിൽ ധർമ്മം വിട്ട് ഒരാളും പ്രവർത്തിക്കാൻ ആ യുദ്ധഭൂമി അനുവദിക്കില്ല. അത്രയ്ക്കുണ്ട് അതിൻ്റെ തപഃപ്രഭാവം, പാരമ്പര്യം. അതുകൊണ്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ആ യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വരുമോ എന്ന് കണക്കാക്കി അർജുനൻ്റെ മനസ്സിലോ പാണ്ഡവരുടെ മനസ്സിലോ എന്തെങ്കിലും സംശയം വന്നുവോ? ആ സംശയം തീർക്കാനായി അവരെന്തെങ്കിലും ചോദ്യങ്ങളോ വിഷമങ്ങളോ ഉന്നയിച്ചുവോ? അതിനാരെങ്കിലും മറുപടി പറഞ്ഞുവോ? നീ എന്നോട് വന്ന് പറയുന്നത് യുദ്ധസംഭവമാണ്, എനിക്ക് കേൾക്കേണ്ടത് അതല്ല. യുദ്ധത്തിന് മുൻപ് അവിടെ എന്തെങ്കിലും ധാർമ്മിക സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതെന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണം. അത് കേട്ട് എൻ്റെ മനസ്സിന് ശക്തിയും സ്ഥൈര്യവും പ്രഭാവവും സമ്പന്നതയും ഉണ്ടാകട്ടെ. എന്നാലേ ഇവിടുന്ന് അങ്ങോട്ടുള്ള വിവരണങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റൂ. അതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രം കുരുക്ഷേത്രം പുക്കുപോരിന്നൊരുങ്ങിയോർ എൻകൂട്ടരും പാണ്ഡവരും എന്തേ ചെയ്തതു സഞ്ജയ. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ തർജ്ജിമയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ആ ധർമ്മക്ഷേത്രം അത് വെറും കുരുക്ഷേത്രമല്ല, ധർമ്മക്ഷേത്രമാണ്. അവിടെ നടക്കുന്ന സംഭവങ്ങൾക്ക് ധാർമ്മിക സ്വാധീനം, ധാർമ്മിക വലയം ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് യുദ്ധസംഭവമല്ലാതെ എന്തെങ്കിലും ഒരു ധർമ്മസംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതെന്നെ പറഞ്ഞ് കേൾപ്പിക്കൂ. അതിനെന്താ വേണ്ടത്? രണ്ടുപേരും അവിടെ യുദ്ധം ചെയ്യണം എന്നുള്ള വിചാരത്തോടു കൂടി വന്നു കൂടിയിട്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എൻ്റെ കൂടെയുണ്ടോ? കൂടിയിട്ട് എന്ത്? മാമകാഹ പാണ്ഡവാശ്ചൈവ. ആ ധൃതരാഷ്ട്രൻ്റെ മനസ്സിലുള്ള മമത നോക്കൂ. എൻ്റെ പുത്രന്മാരും പാണ്ഡവന്മാരും അല്ല പുത്രന്മാരാ, എൻ്റെ പുത്രന്മാരും പാണ്ഡവന്മാരും എന്താ ചെയ്തത് എന്നൊരു ചോദ്യമാണ്. ഈ എന്താ ചെയ്തത് എന്ന് പറയുമ്പോൾ എന്താ അതിനർത്ഥം? യുദ്ധക്കളത്തിൽ വന്നാൽ എന്ത് ചെയ്യും? യുദ്ധം ചെയ്യും. ആ യുദ്ധം ചെയ്തിട്ടാണല്ലോ 10-ാം ദിവസം ഇങ്ങനെ സംഭവിച്ചത്. ആ സമയത്തും ധൃതരാഷ്ട്രൻ ചോദിക്കുകയാണ് അവരെന്താ ചെയ്തത് എന്ന്. അപ്പം ആ എന്താന്നുള്ളതിനർത്ഥം യുദ്ധമല്ല, യുദ്ധമല്ലാത്ത വല്ല സംഭവം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂന്ന.
അങ്ങനെ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്താ കാരണം? അർജുനാണല്ലോ തട്ടിത്തകർത്തത്. ഈ അർജുനൻ്റെ തേരാളിയാണ് കൃഷ്ണൻ. കൃഷ്ണൻ സർവവേദാന്ത സാരവിത്താണ്, യോഗീശ്വരനാണ്. കൃഷ്ണൻ അറിയാത്തതൊന്നുമില്ല. ആ കൃഷ്ണൻ എന്ത് ചോദ്യങ്ങളും കൈകാര്യം ചെയ്യാൻ ശക്തനാണ്. തൻ്റെ മനസ്സിൻ്റെ വിഷമമോ ബുദ്ധിയുടെ ചോദ്യമോ എന്തെങ്കിലും ഒന്ന് അർജുനൻ എടുത്തിട്ടോ കൃഷ്ണൻ്റെ മുൻപിൽ, അതിന് ആശയത്തെളിച്ചം ആവശ്യപ്പെട്ടുവോ? ആ വിഷമം തീർത്തിട്ടാണോ യുദ്ധം ചെയ്തത്? അതോ ഒരു സംശയവും ഒരു കൂസലമില്ലാതെ തുടങ്ങിയോ യുദ്ധം? ഈ വർത്തമാനം എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് സഞ്ജയൻ്റെ വിവരണം. അപ്പം നമ്മുടെ മുൻപിലുള്ള ഭഗവത്ഗീത യുദ്ധവിവരണമാണ്. ആ യുദ്ധവിവരണത്തിൽ ധൃതരാഷ്ട്ര ഒരേ ഒരു ചോദ്യം ചോദിക്കുന്നതാണ് ഈ ആദ്യത്തെ ശ്ലോകം. അതിന് സഞ്ജയൻ പറയുന്ന മറുപടിയാണ്. അപ്പോൾ സഞ്ജയനും ധൃതരാഷ്ട്രനും തമ്മിലുള്ള സംവാദമാണ് കൃഷ്ണാർജുന സംവാദമടക്കം എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഒന്നാം തരം ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ ഒരു യുദ്ധത്തെപ്പറ്റി എങ്ങനെ വിവരണം നൽകുമോ അതുപോലെയാണ് സഞ്ജയൻ വിവരണം നൽകിയത്. അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നവളും സഞ്ജയൻ പറയണത്, ഞാൻ കണ്ടു, ഞാൻ കേട്ടു, എൻ്റെ മനസ്സിൽ ഇന്ന പ്രതികരണമായിരുന്നു, എനിക്കിതാണ് പറയാനുള്ളത്. എവിടെ കൃഷ്ണനുണ്ടോ, യോഗചക്രവർത്തിയായ കൃഷ്ണൻ എവിടെയുണ്ടോ, ആശയത്തെളിച്ചം നൽകാൻ പ്രാപ്തനും സമർത്ഥനുമായ കൃഷ്ണ പരമാത്മാവ് എവിടെയുണ്ടോ, അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സഞ്ജയൻ, പാർത്ഥൻ, അർജുനൻ വില്ല് പൊക്കിപ്പിടിച്ച് തയ്യാറായിട്ട് നിൽക്കുന്നത് എവിടെയോ അവിടെയാണ് ഐശ്വര്യം, അവിടെയാണ് സമ്പദ് സമൃദ്ധി, അവിടെയാണ് നീതി, അവിടെയാണ് ന്യായം എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. കേട്ടോ നിങ്ങൾ പറഞ്ഞു കൊടുക്കില്ലേ എല്ലാവർക്കും? അതോ മൂകങ്ങളായിട്ടിരിക്കുമോ? പറഞ്ഞു കൊടുക്കുന്നപ്പ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടാണ് ഗീത ഇവിടെ വരണത്. ആരുടെ സർട്ടിഫിക്കറ്റ്? സഞ്ജയൻ്റെ സർട്ടിഫിക്കറ്റ്. ഞാൻ കണ്ടു, ഞാൻ കേട്ടു, എനിക്കിതാണ് അഭിപ്രായം, ഞാൻ ലോകത്തിന് വേണ്ടി പറയുന്ന നിഗമനം ഇതാണ്. ഇങ്ങനെയാണ് അവസാനം. കുരുക്ഷേത്രം ഡൽഹിയിൽ നിന്ന് 145 കിലോമീറ്റർ ദൂരെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യുദ്ധകളത്തിലെ എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു. അടയാളങ്ങളൊക്കെ കൊടുത്തു, പേരൊക്കെ കൊടുത്തു. അവർ രണ്ടാളും കൂടി ഒരു സമ്മതപത്രത്തിൽ ഒപ്പിട്ടു. ഇന്ന പ്രകാരത്തിലാണ് യുദ്ധം ചെയ്യേണ്ടത്, ഇന്ന ആളെ കൊല്ലരുത്, അസ്ത്രം എയ്യരുത്, ഇന്ന പേരേ പറ്റുള്ളൂ, ഇത്ര സമയം വരെ ഒക്കെ എഴുതി ഉണ്ടാക്കിയതിന് ശേഷം ശരവിസർജനം തുടങ്ങി. ആദ്യമായിട്ട് ദുര്യോധനാണ് തൻ്റെ ദ്രോണാചാര്യരുടെ മുൻപിൽ ചെന്ന് സംസാരിക്കാൻ തുടങ്ങിയത്. ഈ ദുര്യോധന് ദ്രോണാചാര്യരോട് സംസാരിക്കേണ്ട ഒരാവശ്യമില്ല. സൈന്യത്തലവൻ ആരാ? ഭീഷ്മനാണ്. എന്തെങ്കിലും തൻ്റെ മനസ്സിൽ ആശങ്കകളുണ്ടെങ്കിൽ അത് തലവനോട് സംസാരിച്ച് തീർക്കേണ്ടതാണ്. അതിന് പകരം ദ്രോണാചാര്യൻ്റെ അടുക്കൽ ചെയ്യാൻ ചെന്നു. ഒരാചാര്യൻ്റെ മുൻപിൽ ചെന്നാൽ എന്തു ചെയ്യും? ആദ്യമായിട്ട് പോയി പ്രണമിക്കും, കാലു തൊട്ട് വന്നിച്ച് തനിക്ക് പറയാനുള്ളത് വിനയത്തോടു കൂടി പറയും. ഈ ദുര്യോധനൻ എന്ന് പറയുന്ന ഏഭ്യൻ എന്താ ചെയ്തതെന്നറിയോ നിങ്ങൾക്ക്? അവിടെ ചെന്ന് ധിക്കാര ഭാഷയിൽ സംസാരിക്കാനാ തുടങ്ങി. അവസാനം അവസാനിപ്പിച്ചത്, എൻ്റെ ആചാര്യ, അങ്ങ് ഒന്നും ചെയ്തു പോകരുത്, മുൻകൈയായിട്ട് എല്ലാം ചെയ്യാൻ എൻ്റെ സൈന്യത്തലവനുണ്ട്. അങ്ങയ്ക്കൊരൊറ്റ ഡ്യൂട്ടിയെ ഞാൻ തരുന്നുള്ളൂ. എന്താണ് ആ ഡ്യൂട്ടി? ഞാൻ എഴുതിയിട്ടുള്ള ഇംഗ്ലീഷ് പുസ്തകം നോക്കി നിങ്ങൾ വായിക്കൂ, അപ്പോഴേ ഇത് കൂടുതൽ അറിയുള്ളൂ. എന്താ ഡ്യൂട്ടി? എൻ്റെ ആചാര്യന് കോട്ടവും കുറവും വരാതെ നോക്കണം. എന്താ? അദ്ദേഹത്തിന് ചില പ്രതിജ്ഞകളൊക്കെ ഉണ്ട്. ആ പ്രതിജ്ഞകൾക്കനുസരിച്ച് ആരെങ്കിലും മുമ്പിൽ വന്ന് നിന്നാൽ അദ്ദേഹം യുദ്ധം ചെയ്യില്ല. അപ്പം അങ്ങനെയുള്ള ആരുകളൊന്നും വരാതെ ആചാര്യനെ ഭദ്രമായി സൂക്ഷിച്ച് നിലനിർത്തിയാൽ വിജയം സുരക്ഷിതമാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല. ഇങ്ങനെ സംസാരിച്ച് ധിക്കാര ഭാഷയിൽ തുടങ്ങിയപ്പോൾ അത് സഹിക്കാൻ വയ്യാണ്ട് നിർത്തണം എന്ന് വിചാരിച്ച് ഭീഷ്മൻ ഒരു സിംഹധ്വനി മുഴക്കി. എന്നിട്ട് കയ്യിലുള്ള ശംഖെടുത്ത് ഊതി. പിന്നെ മിണ്ടാൻ പറ്റില്ലല്ലോ. ആ ശംഖധ്വനി കേൾക്കുമ്പോഴേക്കും ഭീഷ്മപക്ഷത്തിലുള്ളവരെല്ലാവരും ശംഖ് വിളിച്ചു. പെരുമ്പറയായി, ഭേരിയായി, കൊമ്പായി, കുഴലായി, ചെണ്ടയായി, മദ്ദളമായി ഒക്കെപ്പാടെ കൂടി വലിയ ഒരു കാഹളം മാത്രം. എതിർ സൈന്യത്തിൻ്റെ ഉള്ളിൽ അത് സ്വല്പമെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കാൻ പറ്റിയില്ല. ഇത്രയുമായപ്പോൾ എതിർപക്ഷത്തിൽ നിന്ന് പ്രതിധ്വനി വേണം. ആരുമില്ല. ദൃഷ്ടദ്യുമ്നനാണ് അവിടെ സൈന്യത്തലവൻ. അങ്ങോട്ട് തീരുമാനിച്ചു ഭീഷ്മൻ്റെ ശംഖധ്വനിക്ക് പ്രതിധ്വനി മുഴക്കാൻ
എനിക്ക് സാധിക്കില്ല, എന്നെ പേരിന് മാത്രമാക്കിയിരിക്കുകയാണ്, ഞാൻ ശങ്കൂതില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇരുന്നു. ഒരു പ്രതിസന്ധിയായിപ്പോയത്. അപ്പോഴാണ് കൃഷ്ണൻ തൻ്റെ കയ്യിലുള്ള പാഞ്ചജന്യം എടുത്തൂതിയത്. കൃഷ്ണൻ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടാണ് യുദ്ധക്കളത്തിൽ വന്നത്. ഞാൻ അസ്ത്രവും ശസ്ത്രവും ഏന്തില്ല, യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കില്ല. അങ്ങനെ പറഞ്ഞു വന്ന കൃഷ്ണന് ശങ്കെടുത്തൂതാൻ എന്താ വിഷമം? യുദ്ധത്തിൽ പങ്കെടുക്കല്ലോ. തൻ്റെ പാഞ്ചജന്യം എവിടെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഊതാം. അങ്ങോട്ട് ഊതിയപ്പോൾ തൊട്ട പിന്നാലെ അർജുനൻ, ബാക്കിയുള്ളവരെല്ലാവരും അതിൻ്റെ മുറപ്രകാരം ഊതി. ശംഖധ്വനി മാത്രമേ ഉണ്ടായുള്ളൂ, പെരുമ്പറകൾ ഒന്നും അടിച്ചില്ല. എന്നാലും ആ കൂട്ടധ്വനി ആകാശവും ഭൂമിയും കുലുക്കിക്കൊണ്ട് സർവ്വദിക്കലും പ്രസരിച്ച് ധാർത്തരാഷ്ട്രന്മാരുടെ മനസ്സിനെ കിടിലം കൊള്ളിച്ചു. ആരാത് പറയണത്? സഞ്ജയൻ. കേൾക്കൂ കൂട്ടരെ, ആ ധർമ്മക്ഷേത്രത്തിൻ്റെ സ്വാധീനം. നിങ്ങൾ പലരും പറയും യുദ്ധമോ അതുപോലെയുള്ള പ്രവൃത്തികളോ ഇവിടെ നടക്കരുത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ. ഞങ്ങൾ ഈ കൊടുങ്ങല്ലൂരിൽ തെറിപ്പാട്ട് നിർത്താൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ ഞങ്ങളെ എല്ലാവരെയും കൂടി ചാലഞ്ച് ചെയ്യുക. ഭൂമാനന്ദ സ്വാമിയെ ചാലഞ്ച് ചെയ്താൽ അത് എളുപ്പം പോവില്ല കേട്ടോ. എല്ലാവരും കൂടി പറഞ്ഞു അവർ ക്ഷേത്രാങ്കണത്തെ പങ്കിലമാക്കാൻ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞു, മഹാഭാരത യുദ്ധം നടന്നത് ധർമ്മക്ഷേത്രത്തിലാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള രംഗവും ക്ഷേത്രാങ്കണമാണ്. ഞങ്ങൾ കയ്യേറ്റം നടത്തുന്നവരല്ല, അക്രമത്തിൽ താല്പര്യമില്ല. ഞങ്ങളുടെ എന്ത് മൂവ്മെൻ്റ് ഉണ്ടെങ്കിലും അത് ക്ഷേത്രത്തെയും ക്ഷേത്രാധിപനെയും ക്ഷേത്രാങ്കണത്തെയും തട്ടിയായിരിക്കും. ഞങ്ങളല്ല രക്തപങ്കിലമാക്കുക, മറുഭാഗത്തുള്ളവരാണ്. ഞങ്ങൾക്ക് രക്തം വേണ്ട, പങ്കിലതയും വേണ്ട. അതല്ല ഞങ്ങളുടെ കയ്യിലുള്ള ശക്തി. ഞങ്ങളുടെ കയ്യിലുള്ള ശക്തി ധർമ്മമാണ്, ഭക്തിയാണ്, അദൃശ്യനായിരിക്കുന്ന ജഗദീശ്വരനാണ്, ദേവിയാണ് എന്നിങ്ങനെ പറയുണ്ടായി. എന്താ കാരണം? ആ യുദ്ധം നടന്നത് ധർമ്മക്ഷേത്രത്തിലാണ്. അപ്പോഴേ അതിന് ധാർമ്മികത പൂർണ്ണമായിട്ട് നിലനിൽക്കൂ. പൂർവീകൻ വരെ ധർമ്മപക്ഷക്കാരെ അനുകൂലിക്കുന്ന ഒരു രംഗമായിരുന്നു അത്. ദുര്യോധൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി ഇപ്പുറത്തോ യുദ്ധം ചെയ്യാം, ശരവിസർജനം മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്താണ് 11 മണിക്കൂറെന്ന് പറഞ്ഞുകൂടാ, 11 പിന്നെ 59 മിനിറ്റും കഴിഞ്ഞു. അപ്പോഴാണ് അർജുനൻ്റെ മനസ്സിൽ തോന്നിയത് എനിക്ക് സൈന്യത്തിനെ ഒന്ന് പരിശോധിക്കണമെന്ന്. 2 സൈന്യത്തിനെയും വേണ്ടതുപോലെ പരിശോധിച്ച ശേഷം ഞാൻ എന്തെല്ലാം നടപടികൾ എടുക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി കൃഷ്ണ എൻ്റെ രഥത്തിനെ കൊണ്ടുപോയി നിർത്തൂ. രഥം സ്ഥാപയമേച്യുത. കൃഷ്ണനുണ്ടോ വല്ല വിഷമോ? ധനുരുദ്യമ്യ പാണ്ഡവ. തൻ്റെ ധനുസ് ഗാണ്ഡീവം കയ്യിൽ ഉയർത്തി പിടിച്ചാണ് പറഞ്ഞത് രഥത്തെ കൊണ്ടുപോയി നിർത്തൂ, ഞാൻ ഒന്ന് നിരീക്ഷിക്കട്ടെ എന്ന്. കൃഷ്ണൻ രഥത്തിനെ തൊളിച്ചു. ടപ് 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 ഡും 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 പോയിട്ട് ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരൂനിധി. അർജുന, ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. രഥി പറഞ്ഞ പോലെ സാരഥി ചെയ്തു. കുതിരകളെ നിർത്തിയിരിക്കണു. ഇതാ ഇഷ്ടം പോലെ നോക്കിക്കോളൂ. സമവേതാൻ കുരു. കുറേ കാലമായി കൃഷ്ണൻ അർജുനെ പോരാത്തത് കൊടുക്കണം എന്ന് വിചാരിച്ച് പരിശ്രമിക്കുന്നു. അർജുനന് ഭൗതിക ജ്ഞാനമുണ്ട്, ഭൗതിക സാമർഥ്യമുണ്ട്, വേദങ്ങളും ഇതിഹാസങ്ങളും പഠിച്ചിട്ടുണ്ട്. പക്ഷേ അർജുനൻ്റെ ഉള്ളു പൊള്ളയാണ്. ആത്മാവിനെ പറ്റി ഒന്നും അറിയില്ല. മഹാഭാവം ഒക്കെ ബുദ്ധി, മനസ്സ്, ശരീരം, ഗാണ്ഡീവം ഇങ്ങനെയുള്ള ഭൗതികവാദ. അപ്പം എൻ്റെ ഈ അർജുനെ ഒന്ന് നല്ലോണം പൂർണ്ണനാക്കണം എന്ന് പറഞ്ഞ് പലതും നോക്കി ഒരു അവസരം കിട്ടിയില്ല. മുമ്പിൽ ആവശ്യപ്പെട്ടത് സുഭദ്രയെ കല്യാണം കഴിച്ചു കൊടുക്കാനാണ്. അങ്ങനെയുള്ളതൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. തൻ്റെ ഉൾപ്പൊള്ളത്തം അങ്ങോട്ട് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരവസരം കിട്ടിയില്ല. അവൻ തന്നെ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് സൈന്യത്തിനെ പരിശോധിക്കാൻ കൊണ്ടുപോയി നിർത്തണമെന്ന്. അപ്പോൾ ഒരു ഭാഗത്ത് ഭീഷ്മൻ, ഒരു ഭാഗത്ത് ദ്രോണൻ, മറുഭാഗത്ത് കൃപൻ, പിന്നെ ഒരു ഭാഗത്ത് ശല്യൻ. ഒക്കെ അർജുനേക്കാളും ശ്രേഷ്ഠന്മാരും അജയ്യന്മാരുമാണ്. അവിടെ മുത്തശ്ശൻ മടിയിലിരുത്ത് ചോറ്റുരുള കൊടുത്ത് വളർത്തിയിട്ടുള്ള കുട്ടിയാണ് ഈ അർജുനൻ. ദ്രോണാചാര്യൻ തൻ്റെ കയ്യിലുള്ള വിദ്യ മുഴുവനും പഠിപ്പിച്ച് ഏറ്റവും സമർത്ഥനാണെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചതാ. അവസാനം ബ്രഹ്മശിരോസ്ത്രം കൊടുത്തു.
ഞാനിത് വളരെ കഷ്ടപ്പെട്ട ഭൂമിയിൽ തപസ്സും സഞ്ചാരവും നടത്തി നേടിയതാണ്. എൻ്റെ മകൻ അശ്വത്ഥാമാവിന് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, നിനക്കും തരാം, ദാ മേടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അതിന് തയ്യാറായി അരയും തലയും മുറുക്കി നിന്ന് ബ്രഹ്മശിരോസ്ത്രം പറഞ്ഞു കൊടുത്തു, മേടിച്ചു. അപ്പോൾ ദ്രോണാചാര്യൻ പറയാണ്, എനിക്ക് ദക്ഷിണ തരാൻ തയ്യാറാവണം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ തരാമെന്ന് പറഞ്ഞ് അർജുനൻ നിന്നു. എന്താണ് ദക്ഷിണ? സമയം വരുമ്പോൾ നീ ഈ ബ്രഹ്മശിരോസ്ത്രം എൻ്റെ നേരെ പ്രയോഗിക്കണം. കേട്ടോളൂ കൂട്ടരെ, ഇതാണ് ഭാരതം, ഇതാണ് ഭാരതം. നിങ്ങൾ നെടുങ്ങിയാൽ പറ്റില്ല. അമ്മ പെറ്റു കഴിഞ്ഞു നമ്മളെ, നമ്മൾ വളർന്നു കഴിഞ്ഞു. ഇവിടെ എന്ത് പരിതസ്ഥിതിയും വരാം, എന്ത് പ്രതിസന്ധിയും നമ്മളെ നേരിടാം, എന്ത് ആഹ്വാനങ്ങളും നമ്മെ വെല്ലുവിളിക്കാം. അതൊക്കെ നേരിടാനുള്ള നെഞ്ഞൂക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. ഉണ്ട്. ശരീരത്തിനല്ല ഊക്ക്, മനസ്സിനുമല്ല ഊക്ക്, ബുദ്ധിക്കുമല്ല ഊക്ക്. ഊക്കും ഉണർവും അതിൻ്റെ അടിത്തട്ടായിരിക്കുന്ന ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന അന്തരാത്മതലത്തിലാണെന്ന് മനസ്സിലാക്കൂ. അവിടുന്ന് കടഞ്ഞെടുക്കാൻ സാധിക്കാത്ത വെണ്ണയില്ല, അതിൽ നിന്ന് ഊർന്നു വരാത്ത ഉജ്ജ്വലതയില്ല, അത് പ്രദാനം ചെയ്യാത്ത മഹിമയോ മഹാത്മ്യമോ ഇല്ല. അവിടേക്ക് ഉറ്റുനോക്കാനുള്ള ഒരു കേമത്വം നിങ്ങൾക്കുണ്ടാവട്ടെ, അതിനുള്ള ഒരു ശ്രദ്ധ നിങ്ങളിലുണ്ടാവട്ടെ. ഈ പുറംപൂച്ചായി കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചം മാത്രമാണ് എല്ലാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ ഉള്ളിനെ മുഴുവൻ കാണിച്ചു തരുന്നത് നമ്മുടെ ഉള്ളിലുള്ള മനസ്സാണ്. ഒരു സമുദ്രത്തെ കാണിച്ചു തരുന്നു, ആകാശത്തെ കാണിച്ചു തരുന്നു, കോടാനുകോടി എണ്ണാൻ പറ്റാത്ത നക്ഷത്രങ്ങളെ മുഴുവൻ പ്രകാശിപ്പിച്ച് എല്ലാറ്റിൻ്റെയും പ്രതിച്ഛായ പ്രതിബിംബമെടുത്ത് നമ്മുടെ മനസ്സിതാ കണ്ടോ എന്ന് പറഞ്ഞ് സർവ്വദീർഘവിസ്താരങ്ങളെയും അത് വെളിപ്പെടുത്തി തരുമ്പോൾ ആ മനസ്സ് നിസ്സാരമോ അതോ സാരമോ? ഇപ്പം പറയണം നിങ്ങൾ എന്നോട്, എന്താ നിങ്ങൾ മൂകന്മാരായിട്ടിരിക്കുന്നത്? മനുഷ്യരാണ് നമ്മൾ, ആനയല്ല, പുലിയല്ല, ഒട്ടകമല്ല, കണ്ടാമൃഗമല്ല. നമ്മുടെ ശ്രേഷ്ഠത, നമ്മുടെ പ്രഭാവം ഉള്ളിലാണ്. മനസ്സൊരു നിധിയാണ് നമുക്ക്. അവിടെ കൊണ്ടുപോയി നിർത്തി ആ മനോനിധി നൽകാൻ വേണ്ടി. കണ്ടുടനെ എന്തുണ്ടായി? അർജുനൻ തളർന്നു. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സം സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവാ. അവിടുന്ന് അങ്ങടെ അർജുനൻ്റെ പുലമ്പലാണിത്. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ, തേരിനെ കൊണ്ടുപോയി നിർത്താൻ ആവശ്യപ്പെട്ടത് ഞാനാണ്, അങ്ങ് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു. അവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ ആദ്യം എൻ്റെ കണ്ണ് പതിയുന്നത് സ്വജനങ്ങളിലാണ്. രണ്ട് ഭാഗത്തുമുണ്ട് സ്വജനങ്ങൾ. ഈ ഭീഷ്മനും ദ്രോണനും ഒക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. ഞാൻ അനവധി യുദ്ധം ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാൻ തയ്യാറുണ്ട്. പക്ഷേ ഞാൻ ചെയ്ത യുദ്ധമൊക്കെ ശത്രുക്കളുമായാണ്. ഇത് ശത്രുക്കളല്ലാതെ സ്വജനങ്ങളും ആചാര്യന്മാരും പിതാമഹനും ഒക്കെയുള്ള ഒരു യുദ്ധം ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നോക്കൂ എൻ്റെ നില. യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി. എൻ്റെ സപ്തനാടികളും തളരുന്നു. മുഖം ച പരിശുഷ്യതി. എൻ്റെ മുഖം, എൻ്റെ വായ വരണ്ടു പോകുന്നു. വേപതുശ്ച ശരീരേ മേ. ദേഹം ആസകലം വിറയ്ക്കണു. രോമഹർഷശ്ച ജായതേ. സർവത്ര രോമാഞ്ചമാണ്, രോമാഞ്ചം. ഗാണ്ഡീവം ശ്രംസദേ ഹസ്താത്. ഗാണ്ഡീവം ഇങ്ങനെ പിടിച്ചിരിക്കുകയാണല്ലോ, ആ പിടിച്ചിരിക്കുന്ന ഗാണ്ഡീവം ഇങ്ങനെ ഉഴുതങ്ങോട്ട് വീഴും, പിടിക്കാൻ പറ്റില്ല. ശ്രംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ. എൻ്റെ ദേഹം മുഴുവൻ ചുട്ടുനീറുന്നു. ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. എനിക്ക് നിൽക്കാൻ വയ്യ, മനസ്സ് ചുഴലിക്കാറ്റ് പോലെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. പലതരത്തിലുള്ള ദുർലക്ഷണങ്ങളും ഞാൻ കാണുന്നു. പുരുഷന്മാർക്ക് ഇടത്ത് ഭാഗം തുടിക്കുക, ഇടത്ത് ഭാഗത്തൊക്കെ ഉണ്ടാവുന്നത് മോശമാണെന്നാണ് വെച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള ദുർലക്ഷണങ്ങൾ എനിക്കുണ്ടാവുന്നു.
വിപരീതാനി കേശവ നച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. എൻ്റെ ബുദ്ധി വളരെ വ്യക്തമായി പറയുന്നു, സ്വജനങ്ങളെ കൊല്ലേണ്ടി വരുന്ന ഈ യുദ്ധം ഒരിക്കലും നല്ലതല്ല. ഇതിൽ നിന്ന് നമുക്ക് ശ്രേയസ് വരില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ന കാംക്ഷേ വിജയം കൃഷ്ണ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ന കാംക്ഷേ വിജയം കൃഷ്ണ നചരാജ്യം സുഖാനിച. അതുകൊണ്ട് എനിക്ക് വിജയം വേണ്ട എൻ്റെ കൃഷ്ണ. നചരാജ്യം സുഖാനിച. നഷ്ടപ്പെട്ടു പോയതായ രാജ്യം തിരിച്ചെടുക്കാനാണ് ഈ യുദ്ധം. അതും എനിക്ക് വേണ്ട. കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈ ജീവിതേന വാ. രാജ്യം തിരിച്ചു കിട്ടിയിട്ട് എന്ത് കാര്യം? അത് വേണ്ടതുപോലെ അനുഭവിക്കണ്ടേ? അനുഭവിക്കുന്ന സമയത്ത് എന്തായിരിക്കും ഓർമ്മ? എൻ്റെ മുത്തശ്ശനെ കൊന്നത്, ആചാര്യനെ കൊന്നത്, ബഹുമാനപ്പെട്ട എല്ലാവരെയും വെട്ടിക്കൊന്നത്, അതിനുശേഷം അവിടെ എവിടെയാ സിംഹാസനത്തിലിരുന്നോ സുഖമനുഭവിക്കാൻ ആർക്കാണ് സാധിക്കുക കൃഷ്ണ? മനുഷ്യനല്ലേ ഞാൻ. യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാസുഖാനിച. ആർക്ക് വേണ്ടിയിട്ടാണോ ഈ രാജ്യം തിരിച്ചു കിട്ടണമെന്ന് ഞാൻ വിചാരിക്കുന്നത്? എന്നെ സ്വജനങ്ങളെല്ലാം കൂടെ ഇരുന്ന് അനുഭവിക്കണം, അതാണല്ലോ സന്തോഷം. പക്ഷേ ഈ രാജ്യം കിട്ടുന്ന സമയത്ത് സ്വജനങ്ങളൊക്കെ മരിച്ചു മണ്ണടഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പിന്നെ ആ ഭക്ഷണം തൊണ്ടയ്ക്ക് താഴത്ത് ഇറങ്ങില്ല. അഹോബതമഹത്പാപം കർത്തും വ്യവസിതാ വയം യദ് രാജ്യ സുഖലോഭേന ഹന്തും സ്വജനമുദ്യത. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളെ ഇടയ്ക്കിടയ്ക്കൊക്കെ ദുഃഖമുണ്ടെന്ന് പറയും. ഈ അർജുനൻ്റെ ദുഃഖത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അഹോബതമഹത്പാപം കർത്തും വ്യവസിതാവയം. ഞാൻ കൃഷ്ണനെയും കൂട്ടി വന്നിരിക്കുന്നത് എന്തിനാ? കൊടും പാപം നടത്താൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പിന്നിൽ എൻ്റെ അഭിപ്രായത്തിൽ യദ് രാജ്യ സുഖലോഭേന, രാജ്യത്തിനും സുഖത്തിനും വേണ്ടിയുള്ള അത്യാർത്തി മാത്രമാണ് അതിൻ്റെ പിന്നിൽ കിടന്ന് കളിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് സ്വജനങ്ങളെ കൊന്നൊടുക്കാൻ നമ്മുടെ പുറപ്പാട്. ഞാനിത് ചെയ്യാൻ തയ്യാറില്ല. എൻ്റെ ബുദ്ധി എന്നെ സമ്മതിക്കില്ല. യദി മാമപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയ ധാർത്തരാഷ്ട്രാരണേ ഹന്യു തന്മേ ക്ഷേമതരം ഭവേത്. എന്തായാലും വന്നു, രഥത്തിലാണ് നിൽപ്പ്, ഇതൊക്കെ സമ്മതിച്ചു. എനിക്കൊരു വഴിയാണ് തോന്നുന്നത്. ഒരൊറ്റ പ്രത്യസ്ത്രം തൊടുക്കാതെ ഞാൻ കയ്യും കെട്ടി അമ്പും വില്ലും താഴത്ത് വെച്ച് അവിടെ നിൽക്കും. ആ സമയത്ത് എൻ്റെ എതിർപക്ഷത്തിലുള്ള ദുര്യോധനാദികളുണ്ടല്ലോ, അവരസ്ത്രമെയ്ത് എന്നെ കൊല്ലുകയാണെങ്കിൽ, ഞാൻ ചെത്തു വീഴുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് നല്ലത്. ഇത്രയും പറഞ്ഞ് ഇതാരാ പറയണത്? സഞ്ജയൻ. ഏവമുക്ത്വാർജുന സംഖ്യേ രഥോപസ്ഥൗപാവിശത് വിസൃജ്യ സചരം ചാപം ശോകസംവിഗ്നമാനസഃ. ഇങ്ങനെയൊക്കെ വളരെ ശക്തമായി പ്രബലമായി തനിക്ക് പറയാനുള്ള കാര്യകാരണങ്ങൾ മുഴുവനും കോർത്തിണക്കി നിരത്തിയതിന് ശേഷം അർജുനൻ എന്ത് ചെയ്തു? വിസൃജ്യ സശരം ചാപം. തൻ്റെ കയ്യിലുള്ള ആ ചാപം, ആവനാഴിയും അമ്പും വില്ലും എല്ലാം തന്നെ അവിടെ താഴത്താ വച്ചു. എന്നിട്ടോ ശോകസംവിഗ്നമാനസഃ, അതികഠിനമായ ദുഃഖത്തിന് ഇരയായി അവിടെ. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഒന്ന് പറയും. വേഗം ഓർഡർ ചെയ്യും. എന്ത്? കൊക്കോക്കോല. യുദ്ധമാണ് രംഗം. അവിടെ ധീരതയും മനസ്ഥൈര്യവും പ്രദർശിപ്പിക്കേണ്ട രംഗമാണ്. അവിടെയാണ് അർജുനൻ വിപരീതാവസ്ഥ കാണിച്ച് അതിൻ്റെ പിന്നാലെ കേമത്തൊക്കെ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. കൃഷ്ണനുണ്ടോ അത് സമ്മതിക്കില്ല. കൃഷ്ണൻ അറിയാം അവിടെ ഒരു പുതുമയൊന്നുമില്ല. അപ്പോൾ കൃഷ്ണൻ്റെ വാക്ക് കേട്ടോളൂ. ഇതാണ് ഭഗവത്ഗീത. ഇതാണ് ഭാരതത്തിൻ്റെ ധ്വനി, ആഹ്വാനം, ഭാരതത്തിൻ്റെ സ്വരം. യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിപ്പോയിട്ടുള്ള ഒരാൾ പിന്തിരിയണ കാര്യം മിണ്ടിപ്പോവരുത്. ഉത്തരന്മാരാകരുത്. മാനമായി ജീവിക്കാനുള്ള ഒരു അർഹത അമ്മ പെറ്റു വളർത്തിയ ഏതു കുഞ്ഞിനും ഇവിടെയുണ്ട്. കുലടയുടെ കുട്ടിയായിക്കോട്ടെ, ആ കുട്ടി കുലടയല്ല. നമുക്ക് നേരിട്ടാണ് പ്രകൃതിയോടുള്ള ബന്ധം, ഈശ്വരനോടുള്ള സഖ്യം.
ആ സഖ്യത്തെ നിങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കി ഉറച്ചു നിൽക്കൂ. അനാഥത്വം വിട്ടുകളയൂ, സനാഥത്വം ഉൾക്കൊള്ളൂ. ഇതാണ് നമുക്ക് ആവശ്യം. കൃഷ്ണൻ ഇത് കേട്ടിട്ട് എന്ത് പറഞ്ഞു? കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരമർജുന ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വൈയുപപദ്യതേ ക്ഷുദ്രം ഹൃദയദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. ഈ 2 ശ്ലോകമാണ് ഭാരതീയർക്കുള്ള ആഹ്വാനം കൂട്ടരെ. ഇത് 2 നിങ്ങൾ എഴുതിയിടണം നിങ്ങളുടെ വീട്ടിൽ. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ. അല്ലേ പൃഥുപുത്ര, പൃഥയുടെ പുത്ര. കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം. ഇതെന്ത് ഗ്രഹപ്പഴയാണ് നിനക്ക് പിടിച്ചത്? 13 കൊല്ലത്തെ തപസ്സിന് ശേഷം കുരുക്ഷേത്രത്തിൽ വന്ന് നിൽക്കുന്നു. എന്നിട്ട് പുലമ്പുകയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ്. ഇത് ആര് ചെവിക്കൊള്ളുന്ന പറയുക? നിൻ്റെ ഏറ്റവും ഉത്തമ സുഹൃത്തായിരിക്കുന്ന കൃഷ്ണൻ ഇതല്ല കാണുന്നത്. ഈ ദൃശ്യം അർജുനനും എനിക്കും ഒരുപോലെയാണ്. എനിക്കില്ലാത്ത ഒരു ദൃശ്യം അർജുനനില്ല, ഭീഷ്മനും പിതാമഹനുമില്ല. എല്ലാവരും ഒരൊറ്റ ദൃശ്യത്തിലാണ്. കുതസ്ത്വാ കശ്മലമിതം. ഇത്തരത്തിലുള്ള ഒരു ബലഹീനത എവിടുന്ന് വന്നു? വിഷമേ സമുപസ്ഥിതം. നിങ്ങളെല്ലാവരും കൂടിയല്ലേ എന്നെ പറഞ്ഞയച്ചത് ഉപപ്ലാവ്യത്തിൽ നിന്ന് ഹസ്തിനപുരത്തിലേക്ക് ദൂത് പറയാൻ. അതിന് മുമ്പ് ആലോചിച്ചത് പറഞ്ഞോ? അവിടുന്ന് അങ്ങോട്ട് എത്ര ദിവസങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ പടക്കളത്തിൽ വന്ന് ഞാനടക്കം പാഞ്ചജന്യം വിളിച്ച് നിങ്ങളെല്ലാവരും എന്നെ അനുഗമിച്ചതിന് ശേഷം ഇപ്പം പെട്ടെന്ന് എവിടുന്നാ ഈ കുത്തിപ്പിടിച്ചുണ്ടാക്കണത് ഇങ്ങനെ ഒരു പ്രതികരണം? കുതസ്ത്വ, എവിടുന്നാണ് ഉണ്ടാവുന്നത്? വിഷമേ സമുപസ്ഥിതം. ഏറ്റവും യോജിപ്പില്ലാത്തൊരു സ്ഥാനത്താണിത് നടക്കുന്നത്. അനാര്യജുഷ്ടം, ആര്യന്മാരാരും ഇത് സമ്മതിക്കുന്നില്ല. അസ്വർഗ്യം, ഇതുകൊണ്ട് സ്വർഗവും കിട്ടില്ല. അകീർത്തികരം, ആരും കീർത്തിക്കൂല. ഇഹലോകത്തിലും പരലോകത്തിലും സമ്മതമില്ലാത്തൊരു നിലപാടും ദൃഷ്ടിയും വീക്ഷണവുമാണ് കാണിക്കുന്നത്. ഇത് സമ്മതമല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ? ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ. ഈ നപുംസകത്വം മനസ്സിൽ നിന്ന് കളയൂ. നൈതത്വൈയുപപദ്യതേ. ഇത് നകുലനോ സഹദേവനോ പിടിപെട്ടാൽ, സഹദേവനോ നകുലനോ പിടിപെട്ടാൽ ഒരു പക്ഷേ ഞാൻ സമ്മതിക്കുമായിരിക്കാം. എല്ലാവരിലും വെച്ച് അഗ്രേസരനായിരിക്കുന്ന വില്ലാളി വീരൻ, ആ ആളെയാണ് ഇങ്ങനെ ഒരു ദുർബലത പിടികൂടിയിട്ടുള്ളത്. സമ്മതിക്കില്ല. നൈതത്വൈയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. ഇത്തരത്തിലുള്ള ഹൃദയത്തിൻ്റെ ദൗർബല്യമുണ്ടല്ലോ, അത് ക്ഷുദ്രമാണ്, തുച്ഛമാണ്. ത്യക്തോത്തിഷ്ഠ പരന്തപ. അതിനെ വലിച്ചൊരേറ് കൊടുത്ത് എണീക്കൂ. ശത്രുഘാതകനായിട്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്, അത് ഓർമ്മ വെച്ച് എണീക്കൂ. എത്ര സങ്കടം വന്നാലും എന്തു തന്നെ വന്നാലും നിങ്ങൾ ക്രമം വിട്ട് കരഞ്ഞ് ഒഴിഞ്ഞു കൊടിഞ്ഞു തൂങ്ങരുത്. ഈ ലോകത്തിലെ ആർക്ക് എന്ത് സങ്കടവും വിഷമവും വരുമ്പോഴും അതിനു മുൻപ് അതിൽ മേലെയുള്ള വിഷമം വന്നിട്ടുണ്ട്. ഒന്നും പുതുമയല്ല ഇവിടെ. ലോകത്തിൻ്റെ ചരിത്രം എല്ലാറ്റിനെയും അതിജീവിച്ചതാണ്. ഒരു എക്കണോമിക് ഡൾനെസ് ഓർ എ ഡിപ്രഷൻ വന്നു എന്ന് കഴിയുക, അതും നമ്മൾ അതിജീവിക്കും. കുറേ കാലം മുമ്പ് ഒരു സപ്തഗ്രഹ യോഗം എന്നൊക്കെ പറഞ്ഞ് ഭൂമി അവസാനിക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പുറപ്പെട്ടു. എന്ത് പ്രാന്താത്? ഭൂമി അങ്ങനെ അവസാനിക്കാനുള്ളതാണോ? അതെങ്ങനെയാണ് പൊട്ടി വീണ് ഇങ്ങനെ കിടന്ന് തിരിയണത്? സൂര്യനിൽ നിന്ന് പൊട്ടി വീണ് തണുത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ സ്വന്തം തിരിയാൻ തുടങ്ങി, സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങി. വെറുതെ ഉണ്ടായതാ അത്? പെട്ടെന്ന് അങ്ങോട്ട് പോവോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ലോകത്തിൻ്റെ ഗതി ദുരൂഹമാകാം, പക്ഷേ ഗതി എന്നൊന്നുണ്ട്. ഇത്രയും പറഞ്ഞപ്പോൾ അർജുനൻ തൻ്റെ സങ്കടം മുഴുവനും മാറ്റിവെച്ചു. ഒരക്ഷരം ഞാൻ ഇനി സ്വജനങ്ങളെക്കുറിച്ച് പറയില്ല, സ്നേഹത്തിൻ്റെയോ ദാക്ഷിണ്യത്തിൻ്റെയോ പേരിൽ മിണ്ടില്ല. പക്ഷേ എനിക്ക് ന്യായമായ 1-2 ചോദ്യം വരുന്നുണ്ട്. കരഞ്ഞുകൊണ്ടിരുന്ന അർജുനൻ്റെ ആ മനസ്സുണ്ടല്ലോ, മനസ്സിൽ നിന്ന് അർജുനനെ ബുദ്ധിതലത്തിലേക്ക് അങ്ങോട്ട് ഉയർത്തി കൃഷ്ണൻ്റെ ഉപദേശം.
മനസ്സാണ് നമ്മളെ കൊണ്ട് കരയിക്കുന്നത്. ആ കരച്ചിൽ ശരിയോ തെറ്റോ അത് എങ്ങനെ അതിജീവിക്കാം എന്ന് ചിന്തിച്ച് നമ്മളെ നയിക്കുന്നത് ബുദ്ധിയാണ്. ആ ബുദ്ധി കൊണ്ട് അർജുനൻ ആലോചിച്ചില്ല. ആദ്യമായിട്ടാണ് കൃഷ്ണൻ്റെ ആ അഡ്മോണിഷിങ്, ആ ശാസനയായിരുന്നു കൃഷ്ണൻ കൊടുത്തത്. ഇത് സമ്മതിക്കില്ല, സ്വീകാര്യമല്ല, അതുകൊണ്ട് നീ ഈ ദൗർബല്യത്തെ വിട്ട് ഉയര് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് എന്നെ ഉപദേശിക്കുന്നത്, കേൾക്കാൻ പറ്റില്ല എന്ന് തോന്നി. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. ഞാൻ മിണ്ടില്ല, ഇനി സ്വജനങ്ങൾ, ദാക്ഷിണ്യം, സ്നേഹം ഒന്നും പറയില്ല. പക്ഷേ എൻ്റെ ബുദ്ധിയിൽ നിന്ന് കാര്യമായ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ ഭീഷ്മനും ദ്രോണനും ഞാൻ കണ്ട മാത്രയിൽ പ്രണമിച്ച് അനുഗ്രഹം തേടേണ്ടവരാണ്. അവർക്ക് എന്നോടൊരു ശത്രുതയില്ല, എനിക്ക് അവരോടുമില്ല. എന്നെ അനുഗ്രഹിക്കുന്നവരാണവർ. അങ്ങനെയുള്ള ഭീഷ്മനെയും ദ്രോണനെയും ഞാൻ കൂർത്തുമൂർത്ത ശസ്ത്രങ്ങൾ പ്രയോഗിച്ച് എങ്ങനെ നേരിടും കൃഷ്ണ? അതിന് ആരെങ്കിലും മനസ്സ് സമ്മതിക്കുമോ? ബുദ്ധി അനുകൂലം പറയുമോ? ഇഷുഭിപ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. കൃഷ്ണൻ്റെ ജീവിതത്തിൽ കൃഷ്ണൻ ശത്രുക്കളെ അല്ലേ ഹിംസിച്ചിട്ടുള്ളൂ, മിത്രങ്ങളെ ഹിംസിച്ചിട്ടുണ്ടോ? അമ്മാവൻ കൊല്ലാൻ വേണ്ടി കാത്തിരുന്ന് പല തന്ത്രങ്ങളും പ്രയോഗിച്ചപ്പോഴല്ലേ, കൊല്ലാൻ വേണ്ടി മധുരയ്ക്ക് ക്ഷണിച്ചപ്പോഴല്ലേ ധനുയാഗത്തിൻ്റെ പേരിൽ അവിടെ ചെന്ന് കൊല്ലാൻ വേണ്ടി നിശ്ചയിച്ചിരുന്ന കുവലയാപീഠത്തെ കൊന്നു, മല്ലന്മാരെ കൊന്നു. എടുത്തൊരു ചാട്ടം ചാടി അമ്മാമൻ ഇരിക്കുന്നിടത്ത് ചെന്നു, അമ്മാമനെ പൊക്കി ടോപ്പ് എഴുതി. ഇതൊക്കെ അമ്മാമൻ ശത്രുവായതുകൊണ്ട് ചെയ്തതാണ്. ഇവർ രണ്ടുപേരും എൻ്റെ ശത്രുക്കളല്ല, ഞാൻ എങ്ങനെയാണ് അവർ നേരിടുക? അങ്ങ് പറയണു നേരിടണമെന്ന്, ഞാനും സമ്മതിക്കണു. പക്ഷേ എങ്ങനെ എൻ്റെ പൊന്നു കൃഷ്ണ? എൻ്റെ മനസ്സ് സമ്മതിക്കുമോ? എൻ്റെ ബുദ്ധി അനുവദിക്കുമോ? അതുകൊണ്ട് എൻ്റെ മനസ്സും ബുദ്ധിയും അനുവദിക്കുമാറ് അങ്ങക്ക് എന്ത് പറഞ്ഞു തരാനുണ്ടോ അത് പറഞ്ഞു തരണം, എന്നാലേ കാര്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞ് യുക്തിപൂർവം ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് നിർത്തുന്നത്. നമുക്ക് നിർത്താം. ഇനി ഭാഗം എന്നാന്ന് എനിക്കറിയില്ല, അന്ന് ഞാൻ തുടങ്ങാം. കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഭഗവത്ഗീതയുടെ ആവിഷ്കരണം. ആ സമയത്ത് അർജുനൻ്റെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ വേറെ ഒരു തരത്തിലുള്ള ശാസ്ത്രനിർദ്ദേശങ്ങളോ ധർമ്മമൂല്യങ്ങളോ പറ്റില്ല. എല്ലാറ്റിനെയും അതിജീവിച്ച് എല്ലാറ്റിനെയും ഗ്രസിച്ച് ഉൾക്കൊണ്ട് സംലയിപ്പിക്കുന്ന ആ ആത്മതത്വം മാത്രമേ ഇവിടെ പ്രയോജനപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ്റെ ആത്മതത്വാവതരണം. എന്തു പറയണു? എനിക്കിതൊക്കെ പറയുമ്പോഴുണ്ടല്ലോ നിങ്ങളെൻ്റെ കൂടെ വരണം എന്നുള്ളൊരു വിചാരമാണ്. എത്ര വിശേഷപ്പെട്ട ഒരു കാര്യമാണത്. നമ്മുടെ മുൻപിൽ കുറേ അക്ഷരങ്ങളായിട്ടാണ് ഇത് അവതരിക്കുന്നത്. അക്ഷരങ്ങൾ എന്താ? അത് അക്ഷരങ്ങൾ. പക്ഷേ ആ അക്ഷരങ്ങളിലൂടെയും വാക്യങ്ങളിലൂടെയും ശ്ലോകങ്ങളിലൂടെയും എന്താണതിൻ്റെ പ്രസക്തി എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യൻ്റെ ഉൾവ്യക്തിത്വത്തെ സമ്പുഷ്ടമാക്കാൻ, അതിസുന്ദരമാക്കാൻ, ബലിഷ്ഠമാക്കാൻ, എല്ലാറ്റിനെയും ഗ്രസിക്കാനും ഉൾക്കൊള്ളാനും സംലയിപ്പിക്കാനും പറ്റുന്ന വിശേഷപ്പെട്ട ഒരു നിധിയാക്കി തീർക്കാനുള്ള മൊഴികളാണ് ഇത് മുഴുവനും. ചില പരീക്ഷിതമായിട്ടുള്ള മൊഴികൾ. ഇത് നിങ്ങൾ ഉൾക്കൊള്ളാൻ പരിശ്രമിക്കൂ, നോക്കൂ. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം കർത്തവ്യമസ്തി ന മമേഹ ന കിഞ്ചിദേവ സ്ഥാതവ്യമിത്യതിമനാഃ ഭുവി സംസ്ഥിതോസ്മി സംശാന്തയാ സതതസുപ്തധിയൈവ വൃത്യാ കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി. ഹരി 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 ഓം തത്സ. നമുക്കൊരു ഓങ്കാരം പറഞ്ഞ് പരിസമാപിപ്പിക്കാം. എല്ലാവരും അതിന് തയ്യാറായിട്ടിരിക്കും. ഹരി ഹരി ഓ ഹരി
ഓം തത്സ്. ജയ ഗുരു, ജയ ഗുരു.